കാലിന് വെള്ളം കുറയോ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ കാല് രണ്ടെണ്ണം ചെയ്തിരിക്കുന്നുണ്ട്. രണ്ട് കാല് പോയി. ഇത് സീരിയസ് ആണ്. തലവേദന, തലയ്ക്ക് ഭാരം വരിക, തലയ്ക്ക് ഇന്ന് രാവിലെ വരെ പറഞ്ഞിട്ടുണ്ട് സത്യം. ആസ്പത്രി പോയപ്പോ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടറിന്റെ ചോദിച്ചപ്പോ എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ട് സ്ട്രെസ്സും തലക്കൊരു ഭാരമുണ്ട്, തലയ്ക്ക് ഭയങ്കര ഭാരം പോലെ വരിക, ഒന്നും ബാക്കി വെച്ചില്ല. എന്നിട്ട് ഞാനിങ്ങനെ നിന്നത് അത്ഭുതം. ഞാൻ ഇതിനടുത്ത് പറഞ്ഞു പുള്ളിക്കൊരു പൂല്ല. ഇപ്പൊ നിങ്ങളെ കൊണ്ടാണ് ഈ പാസ്ത്രീ എന്തെങ്കിലും വർണ്ണമായ തീർന്നില്ലേ ഉത്സാഹം. തെയ്യമാണ്. തെയ്യം ഈ ഒരു സാധനം മാത്രമല്ല. ഭരണഘടന കൈകളിലേന്തിയാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും എംപിമാരിൽ അധികവും ഇത്തവണ സത്യപ്രതിജ്ഞ ചെയ്തത് എന്നതൊന്ന് ഓർമ്മയിൽ വെക്കുക. ഒരു വർഷക്കാലം മുമ്പൊരു രാത്രി കേരളത്തിലെ ഒരു എം പി ഒരു മന്ത്രവാദിക്കൊപ്പം മറ്റൊരു എം പിയുടെ വീട്ടിലെത്തി വീട്ടുപരിസരത്ത് നിന്ന് കൂടോത്രം കുഴിച്ചെടുക്കുന്നു. ഹോ, ഞാൻ ജീവനോടെയുള്ളത് അത്ഭുതമെന്ന വീട്ടുടമയായ എം പി നെഞ്ചത്ത് കൈവെക്കുന്നു. രണ്ടുപേരും കോൺഗ്രസുകാർ. KPCC അധ്യക്ഷൻ K സുധാകരനും കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനും. നെഹ്റു ഉണ്ടായിരുന്നെങ്കിൽ ഒലയ്ക്കടിച്ചേനെ. സെമി കേഡർ സംവിധാനം കൊണ്ടുവരുമെന്നാണ് KPCC അധ്യക്ഷനായപ്പോൾ പറഞ്ഞത്. പകരം വന്നത് സെമി കൂടോത്രമോ? കോൺഗ്രസിൽ കൂടോത്ര പോരോ? സുധാകരനിട്ട് പണിയാൻ നോക്കിയത് ആരാണ്? കോൺഗ്രസ് ഏതിരുണ്ട യുഗത്തിലാണ്? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജേക്കബ് ജോർജ് നമ്മളോടൊപ്പമുണ്ട്. ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലോക്കോസ്, കോൺഗ്രസ് സഹയാത്രികൻ മുൻ മാധ്യമപ്രവർത്തകൻ ശ്രീ അജിത് കുമാർ നമ്മളോടൊപ്പമുണ്ട്. യുക്തിവാദി ആയ ഡോക്ടർ ആരിഫ് ഹുസൈൻ തെരുവത്ത് നമ്മളോടൊപ്പമുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ ജ്യോതിഷിയായ ശ്രീ സന്തോഷ് നായർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വിപുലമായ പാനലാണ്. വിശദമായ ചർച്ചയിലേക്ക് വരാം. സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ വിഷയം കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഭരണപക്ഷത്തോട് ചോദിച്ച ഒരു ചോദ്യമാണ്, നിങ്ങൾ ഏതിരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത്? ഇന്ന് പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ MB രാജേഷ് ആ ചോദ്യം അദ്ദേഹത്തിന്റെ പേജിലൂടെ തിരിച്ചുന്നയിക്കുന്നുണ്ട്. കോൺഗ്രസുകാർ ഏതിരുണ്ട യുഗത്തിലാണ് എന്ന്. അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി, വസ്തുതകൾ കൂടി ഇതിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആ വശം ഒന്ന് പരിശോധിച്ച് ആദ്യം വരാം. ശ്രീ സന്തോഷ് നായർ, അതായത് ഈ വിഷയം വരുമ്പോഴും അതൊരു രാഷ്ട്രീയ വിഷയമാകുമ്പോഴും അതിൻ്റെ കൗതുകം എന്ന് പറയുന്നത് ഏറെ വിദ്യാഭ്യാസമുള്ള, സമൂഹത്തിൽ വലിയ പദവികളിലിരിക്കുന്ന പാർലമെന്റ് അംഗമായ KPCC അധ്യക്ഷനായ ഒരാൾ, മറുവശത്ത് അദ്ദേഹത്തിനോടൊപ്പം മറ്റൊരു പാർലമെന്റ് അംഗം, ഇവരൊക്കെ വിശ്വസിക്കുന്നത് തങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്ന എന്തെങ്കിലും ഒന്ന്, ചില വസ്തുക്കൾ വീട്ടിൽ അല്ലെങ്കിൽ പരിസരത്ത് കൊണ്ടുവന്ന് വെച്ചാൽ സംഭവിക്കും എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വിശ്വാസം, അത്തരത്തിലുള്ളൊരു വിശ്വാസം എത്രത്തോളം ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ? അപ്പോൾ ഞാൻ കലീക ജ്യോതിഷനാണ്. കലീക ജ്യോതിഷത്തിൽ ഒരിക്കലും അന്ധവിശ്വാസത്തെയും അനാചാരങ്ങളെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാത്തൊരു കാര്യം, ഈ കൂടോത്രത്തിൻ്റെ ഒരു കാര്യം തന്നെ നമ്മുടെ മുമ്പേ ഉള്ള കാലങ്ങളിൽ, ഈ രാജഭരണ കാലങ്ങളിലൊക്കെ മനുഷ്യർക്ക് ഒരുപാട് ഭയമുള്ള മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ ഈ താഴ്ന്ന ജാതിയിലുള്ളവരെ, ഈ ഉയർന്ന ജാതിയിലുള്ളവർ ഭയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ഈ കൂടോത്രം എന്ന് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ കൂടോത്രം എന്ന് പറയുന്ന ഒരു സംഗതി ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഞാൻ കർണാടകയിൽ തന്നെ ഒരു പ്രാവശ്യം ഒരു കോൺഗ്രസ് മുൻ എം എൽ എയുടെ വീട്ടിൽ ഇതുപോലൊരു കൂടോത്രം, ആ ഭാഗങ്ങളിൽ ഇത് വളരെ വിശ്വാസമാണ്. കർണാടക പോലുള്ള മേഖലകളിൽ വളരെയധികം വിശ്വാസമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഞാൻ എല്ലായിടവും ഇങ്ങനെ നോക്കി, അവരുടെ വീട്ടിൽ എന്തോ കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല, മൊത്തം അരിച്ചു പറക്കി. അപ്പം ജീർണനാവസ്ഥയിലുള്ള കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് മാറ്റി ശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ തിരികെ വന്നു. പേടിക്കാനൊന്നുമില്ല, അങ്ങനെ ഒരു ഇതില്ലാന്ന് ബോധവൽക്കരിച്ചിട്ട് തിരികെ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ വിശ്വാസിക്ക് എപ്പോഴും വിശ്വാസം വലുതാണ്. അവരിൽ നിന്ന് നമ്മൾ സത്യം പറഞ്ഞാലും അവർക്ക് അത് വിട്ടുപോകത്തില്ല. അപ്പോൾ അത് കാരണം അവർ വീണ്ടും അവിടെയുള്ള ഏതോ ആചാര്യന്മാരെയോ മന്ത്രവാദികളെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചു. അപ്പോൾ അവർ വന്നിട്ട് എണ്ണി സാധനം എടുത്തെന്നാണ് പറയുന്നത്. ഈ സ്ഥലങ്ങളെല്ലാം ഞാൻ അരിച്ചു പറക്കിയതാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇനി അവർ ഒരു പ്രാവശ്യം ഇതേപോലെ സാറ് വിളിച്ച് വരുത്തിയിട്ട് ഞാൻ ജ്യോതിഷനാണെന്നൊന്നും പറയരുത്, സാറ് അവരെ കൊണ്ട് എടുപ്പിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ചു വരുത്തി, അവരെയും വിളിച്ചു വരുത്തി. ഈ സമയത്ത് എനിക്ക് അവരുടെ കാര്യം മനസ്സിലായത് ഈ സാധനങ്ങൾ ഇവർ തന്നെയാണ് കൊണ്ടുവരുന്നത്. ശ്രീ സന്തോഷ് ഏറ്റവും വലിയൊരു രസകരമായിട്ടുള്ള അങ്ങ് പറയുമ്പോഴും കാര്യം ഇതൊരു ശാസ്ത്രമാണ് കൂടോത്രം എന്നുള്ളതാണ് അങ്ങ് പറയുന്നത്. ഇപ്പൊ നമുക്ക് അതായത് പണ്ട് താഴ്ന്ന ജാതിയിലുള്ളവർ ഉപയോഗിച്ചിരുന്നതാണ്, അതുകൊണ്ട് അവരിൽ നിന്നുണ്ടായതാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അതൊന്നും നമുക്കൊരു പുരോഗമന സമൂഹത്തിൽ ഇരുന്നു കൊണ്ട് പറയാൻ കഴിയുന്നതോ മനുഷ്യത്വപരമായി പരാമർശിച്ചു പോകാൻ കഴിയുന്നതോ ആയ കാര്യങ്ങളൊന്നുമല്ല. അതുകൊണ്ട് അത് അങ്ങനെ ഉപേക്ഷിച്ച് കളയാം. മറ്റൊന്ന്, അപ്പോഴും ഇപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസം മുന്നോട്ട് വെക്കുന്ന ആൾക്ക് എന്തിനെങ്കിലും അന്ധവിശ്വാസം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് തിരിച്ചു ചോദിക്കും. അല്ല, അങ്ങനെ ഒരു കാര്യമല്ല. ഇപ്പം നമ്മൾ വിശ്വസിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പം നമ്മുടെ അമ്മ പ്രസവിച്ച് വിടുമ്പോൾ പറയുന്നു ഇത് നിങ്ങളുടെ അച്ഛനാണ് എന്ന് അമ്മ പറയുന്നു. അന്ന് മുതൽ നമ്മൾ വിശ്വസിക്കുന്നു, വിശ്വാസത്തിൻ്റെ എതിരല്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ അന്ധവിശ്വാസത്തിൻ്റെ പുറകെ പോകാൻ പാടില്ല. ഇതൊരു അന്ധവിശ്വാസം തന്നെയാണ്. അതിനകത്ത് ഒരിക്കലും ഇത് വിശ്വാസമാണെങ്കിലും ഇങ്ങനെ ഒരു ഇത് വരുത്തില്ല. നമുക്ക് കൂടോത്രം ചെയ്ത് ആരെയും ദ്രോഹിക്കാൻ പറ്റത്തില്ല. ആസ് പെർ മൈ എക്സ്പീരിയൻസ് ഞാൻ ഒരുപാട് റിസർച്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ കലിയുഗ ജ്യോതിഷം അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ്. ജ്യോതിഷത്തെ പോലും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലിയുഗ ജ്യോതിഷം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വാസം നല്ലത് തന്നെയാണ്. അതിനകത്ത് നമുക്ക് അമിതമായ വിശ്വാസം ആപത്ത് കൊണ്ടുവരും. വിശ്വാസം നല്ലത് തന്നെയാണ്. ഭഗവാൻ ഉണ്ടെന്ന് വിശ്വസിക്കുകയും ഭഗവാനെ കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്നത് വിശ്വാസം തന്നെയാണ്. പക്ഷേ അത് നമ്മൾ റോങ് ആയിട്ടുള്ള സൈഡിലോട്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്ന സ്നേഹത്തെ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനോട് അമ്മയോടൊക്കെയുള്ള രക്തബന്ധത്തെ ഒക്കെ നമുക്ക് അച്ഛനോടും അമ്മയോടും എന്നാണ് കേട്ടോ ഞാൻ പറയുന്നത്, അച്ഛനോടും അമ്മയോടും സഹോദരങ്ങളോടും ഒക്കെയുള്ള രക്തബന്ധത്തെയൊക്കെ നമുക്ക് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും. ഇത് അതുകൊണ്ടാണല്ലോ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെയാണ് അങ്ങ് ശാസ്ത്രം എന്ന് വിശേഷിപ്പിച്ചത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അല്ല, ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. എൻ്റെ അമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം ശാസ്ത്രീയമായിട്ട് തെളിയിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛന് എന്നോടുള്ള സ്നേഹം അത് ശാസ്ത്രീയമായിട്ട് ഏത് ഡെഫിനിഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഏത് ശാസ്ത്രവാദിക്ക് അത് തെളിയിക്കാൻ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നല്ലേ സ്നേഹം. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടുകയല്ലോ, പ്രകടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. മാത്രമല്ല അത് ദോഷവും ഉണ്ടാക്കാറില്ല. ഓക്കെ, അത് രണ്ടും പോൾസ് അപ്പാർട്ടാണ്. താങ്കൾ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ ഈ കുഴിച്ചിടുന്നത് തെറ്റാണ്. അങ്ങനെ കുഴിച്ചിടുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇത്രയും CC ക്യാമറയും ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ എങ്ങനെ കൊണ്ട് കുഴിച്ചിട്ടെന്ന് നിങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാണാൻ പറ്റും. ശരി, അവര് തന്നെയാണ് കൊണ്ടുവന്നത് ചെയ്യണം. ഞാൻ കൈയോടെ പിടിച്ചിട്ടുള്ളതാണ്. ശരി, ഓക്കെ ശ്രീ സന്തോഷ് നായർ, ഞാൻ അങ്ങേലേക്ക് തിരികെ വരാം. അങ്ങ് തുടരുമല്ലോ നമ്മളോടൊപ്പം. ശരി, ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, ഇതിപ്പോ കേരളത്തിലെ വളരെ കൗതുകകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഈ വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ സൂപ്പർ പ്രൈം ടൈം ചർച്ചയിൽ മിക്കവാറും ഒക്കെ എടുക്കുന്നത് രാഷ്ട്രീയ വിഷയങ്ങൾ അല്ലെങ്കിൽ മാനുഷിക വിഷയങ്ങൾ, വലിയ തോതിലുള്ള ക്രൈം, ഇതൊക്കെയാണ്. ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ഒരു 10 വർഷ കാലയളവിൽ ഒരു കൂടോത്രം എന്നൊരു വിഷയം ഒരു ചർച്ചയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. കാരണം രാഷ്ട്രീയമായിട്ട് കൂടി ബന്ധമുള്ളത് കൊണ്ടാണ് അത് വിശ്വസിക്കാൻ കഴിയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആളുകളടക്കം ഇത് വിശ്വസിക്കുകയും അതിനെതിരായ പരിഹാരക്രിയകൾ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുകയും അതിനെ ചെറുക്കേണ്ടതും അതിനെതിരായ ബോധവൽക്കരണം വേണം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഈ വിഷയം എടുക്കുകയും അങ്ങേ അടക്കം നമ്മുടെ അതിഥികളെ എല്ലാവരെയും വിളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എത്രത്തോളം അബദ്ധ ജടിലമാണ്, എത്ര മോശം മാതൃകയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ തന്നെ ഞാനിതിൽ വലിയ സന്തോഷവാനാണ് ഇങ്ങനൊരു വിഷയം ചർച്ച ആകാനിടയായത്. സത്യത്തിൽ ഇത് ഇപ്പോൾ ഇതുപോലെ ഒരു ഹൈ പ്രൊഫൈൽ അല്ലാതെയുള്ള ഏതെങ്കിലും ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചർച്ചയാകാനൊന്നും പോകുന്നില്ല. കാരണം ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെന്ന് മാത്രമല്ല, ഇതിനെതിരെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകൾ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ ഇതുപോലെ വലിയ സംഘടനകൾ എസൻസ് ഗ്ലോബലും എന്നൊക്കെ പേരിട്ടിട്ടൊക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് സന്തോഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ പറയാറുണ്ട് ഈ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിക്കുക എന്ന് പറയുന്നൊരു പരിപാടി. അതായത് ഇവിടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെന്നോ വിശ്വാസങ്ങളെന്നോ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും ഒരേ സാധനം തന്നെയാണ്. കാരണം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമാണ് അത് അന്ധവിശ്വാസം, ഇത് ശരിയായ വിശ്വാസം എന്നൊക്കെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം അന്ധവിശ്വാസം തന്നെയാണ്. അതിപ്പോൾ ദൈവവിശ്വാസം ആയാൽ പോലും അങ്ങനെയാണെന്നാണ് നമ്മൾ ധരിക്കുന്നത്.
അങ്ങനെയുള്ള സംഗതിയെ ഇവിടെ സമൂഹത്തിൽ ഇത്രമാത്രം നോർമലൈസ് ചെയ്യുന്നതിനും അത് വലിയ തോതിൽ ആളുകളിലേക്ക് ഇറക്കി വെക്കുന്നതിനും വഴിവെച്ചിട്ടുള്ളത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയാണ്. അതേ മാധ്യമം തന്നെ അതിൽ ഇപ്പോൾ മാതൃഭൂമിയെങ്കിലും മുന്നോട്ട് വന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നു, അതിലെ ഒരു വലിയൊരു ജീർണതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാവട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിവിടെ വലിയ മുന്നേറ്റമൊന്നും ആയെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ പറയുന്ന മാധ്യമ വിമർശനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരൗൺസ് വീതം 4 നേരം കഴിക്കണം എന്നൊരവസ്ഥയാണ്. ഇപ്പൊ ഇത് ആരെങ്കിലും വിമർശിച്ചില്ലെങ്കിലേ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുള്ളൂ എന്നൊരു നിൽക്കണം. തമാശ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. എന്നിരുന്നാലും ഈ പറയുന്ന കാലം, അതായത് വിശ്വാസമുണ്ടായ കാലം മുതൽ അന്ധവിശ്വാസവുമുണ്ട്. മാധ്യമങ്ങളൊക്കെ വന്നിട്ട് ഇത്രയും കാലമല്ലേ ആയുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമാകാൻ മാധ്യമങ്ങളുടെ പങ്കെന്നൊക്കെ പറയുന്നത് ഈ പരിണാമ സിദ്ധാന്തം മുതൽ ഇങ്ങോട്ട് നോക്കി ഏറ്റവും അവസാനം ഒരാളുടെ ജീവിതം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ ഒരു മോശം താരതമ്യമാണെന്ന് തോന്നുന്നു. ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളെ നാട്ടില് ഈ എന്താണ് വിദ്യാരംഭം കുറിക്കുന്ന ഒരു വിഷയം വരുമ്പോൾ നമ്മൾ എന്താ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്? നേരം വെളുക്കുമ്പോൾ മുതൽ അതിനെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കും. അപ്പൊ അതൊരിക്കലും ഒരു അന്ധവിശ്വാസമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്, അത് ചെയ്ത എന്തോ വലിയ മെടുക്കുള്ള കാര്യമാണ് എന്ന ഒരു നോർമലൈസേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ പതിയെ പതിയെ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അക്ഷയ തൃതീയ എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ എടുക്കാം. എങ്ങനെയാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്? ഇനി മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ സുന്നത്ത് കർമ്മത്തെ കുറിച്ചിട്ടുള്ള വാർത്തകൾ, ഇതെങ്ങനെയാണ് ഇവിടെ നോർമലൈസ് ചെയ്യപ്പെടുന്നത്? ഇതെല്ലാം അന്ധവിശ്വാസമാണ്. അപ്പൊ ഇത് നമ്മുടെ നാട്ടിലേക്ക് ചർച്ചയാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ തന്നെയാണ് പലപ്പോഴും ഇത് അന്ധവിശ്വാസം, ഇത് വിശ്വാസം എന്നൊക്കെ ഒരു സ്വയം ഒരു ആർബിട്രറി ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ നടത്തിയിട്ട് എന്നിട്ട് അതിൽ മതേതരം എന്നുകൂടി നമ്മുടെ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഒരു ഭരണഘടനയാണ്. അപ്പൊ നമ്മുടെ ഭരണഘടന വിശ്വാസങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മുടെ ഭരണഘടന അന്ധവിശ്വാസത്തെ എതിർക്കുന്നുണ്ട്. അപ്പൊ വിശ്വാസവും അന്ധവിശ്വാസവും എന്ന 2 പ്രയോഗങ്ങളും നമ്മുടെ ഭരണഘടനയിലുണ്ട്. നമ്മുടെ ഭരണഘടനയെ കുറ്റം പറയുമോ? ഞാനൊന്ന് മുഴുവനായിട്ട് പറയാം. അതായത് വിശ്വാസങ്ങളെ പ്രൊട്ടക്ട് ചെയ്യല്ല ചെയ്യുന്നത്, വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ള അവകാശം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് എന്താണ്? ഇവിടെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത് സത്യത്തിൽ ഫ്രീഡം ഓഫ് കൺഷ്യൻസ് എന്ന് പറയുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത് വിശ്വാസം എന്ന ക്ലാസിഫിക്കേഷനും അന്ധവിശ്വാസം എന്ന ക്ലാസിഫിക്കേഷനും നമ്മുടെ ഭരണഘടനയിലുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെ 2 കാര്യം പറയുന്നതിനെയാണ് അങ്ങ് നേരത്തെ അപലപിച്ചത്. അപ്പോൾ വിശ്വാസം എന്ന കാര്യവും ഭരണഘടനയിലുണ്ട്, അന്ധവിശ്വാസം എന്ന കാര്യവും ഭരണഘടനയിലുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ വെക്കുന്നതിനോ അതിനെ 2നെയും അഡ്രസ് ചെയ്യുന്നതിനെയോ കുറ്റം പറയുകയാണെങ്കിൽ ഭരണഘടനയെ കൂടി കുറ്റം പറയേണ്ടി വരും. അഡ്രസ് ചെയ്യുന്നതിനല്ല നമ്മൾ കുറ്റം പറയുന്നത്, ആ ക്ലാസിഫിക്കേഷൻ നടത്തുന്നതിന്റെ മാനദണ്ഡമാണ് ഇവിടുത്തെ പ്രശ്നം. എന്ത് മാനദണ്ഡ പ്രകാരമാണ് ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എന്നത് എവിടെയെങ്കിലും ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്നത് അത് ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ സുന്നത്ത് കർമ്മം എന്ന് പറയുന്ന ഒരു സംഗതി അന്ധവിശ്വാസമാണോ അതോ വിശ്വാസമാണോ? നിങ്ങൾ എങ്ങനെയാ അതിനെ ക്ലാസിഫൈ ചെയ്യുക? ഏത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് അതിനെ നിങ്ങൾ ശരിയായ വിശ്വാസമാണെന്ന് നിങ്ങൾ ക്ലാസിഫൈ ചെയ്യുക? ഒരാളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ കുറ്റം പറയാനോ അതിനെ അധിക്ഷേപിക്കാനോ ഭരണഘടന എനിക്ക് സ്വാതന്ത്ര്യം തരാത്ത ഇടത്ത് ഞാൻ അതിലേക്ക് കടക്കാൻ പാടില്ലാത്തതാണ് ഞാൻ ജീവിക്കുന്ന രാജ്യത്തിന്റെ ഭരണഘടന അനുസരിച്ച്. എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത് ഒരാളുടെയോ ഒരു സമൂഹത്തിന്റെയോ ഒരു സമുദായത്തിന്റെയോ വിശ്വാസത്തെയോ കുറ്റം പറയാനോ അധിക്ഷേപിക്കാനോ എൻ്റെ രാജ്യത്തെ നിയമവും ഭരണഘടനയും എനിക്ക് അനുമതി നൽകുന്നില്ല. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നാളെ ഇവിടെ ഒരു ക്രിമിനൽ നടപടിക്ക് വിധേയയാകും. അതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ഭരണഘടന അനുവാദം നൽകാത്ത ഒരു വിഷയത്തിൽ ഇടപെടാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. തീർച്ചയായിട്ടും അതറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ചോദിക്കുന്നത്. അതായത് പലതരം മാനദണ്ഡങ്ങൾ ഇവിടെ എടുത്തു വെക്കുന്നു. അത് വളരെ ആർബിട്രറി ആണെന്ന് മാത്രമല്ല, ചിലത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും എന്ന ചിന്ത വരുന്നത് കൊണ്ട് ചിലതിനെ കുറിച്ച് നമ്മൾ ബോധപൂർവം മൗനം ഭജിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ, ഒരു ഗതികേട് ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു തുടക്കമാണ്. ഇതിപ്പോ ഒരു വലിയ മുന്നേറ്റമായെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് വേണം, ഇത് വളരെ അത്യാവശ്യമാണ്. അതിന് മുന്നോട്ട് വന്ന മാതൃഭൂമിക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ് തുടക്കത്തിൽ തന്നെ. എന്തായാലും ഇവിടെ എനിക്ക് ഒറ്റ കാര്യം എനിക്ക് ലാസ്റ്റ് പറയാനുള്ളത്, ഇവിടെ പറഞ്ഞല്ലോ ശാസ്ത്രമാണ് എന്ന് പറഞ്ഞു. അവിടെയൊക്കെയാണ് ഇതിന്റെ വിഷയം വരുന്നത്. നമ്മളൊരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അതിനകത്ത് ശാസ്ത്രമാണ്, അത് ശാസ്ത്രീയമാണ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രശ്നം ഇവിടെ ഉണ്ട്. അതായത് ശാസ്ത്രീയമല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിനും ദൈവസങ്കല്പത്തിനും പോലും നിലനിൽപ്പില്ല എന്നും കൂടി നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ട്. അത് ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരാജയമാണ് എന്ന് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. താങ്ക് യു. ഓക്കെ, അങ്ങ് തുടരുമല്ലോ അല്ലേ ശ്രീ? ഓക്കെ, ശ്രീ ആരിഫ് അങ്ങ് തുടരണം. ഇനി നമുക്കിതിൻ്റെ ഒരു രാഷ്ട്രീയ വശം പെട്ടെന്ന് പരിശോധിച്ച് വരാം. ശ്രീ അജിത് കുമാർ, കോൺഗ്രസ് സെമി കേഡർ സംവിധാനം കൊണ്ടുവരും എന്നൊരു സംഘടനയുടെ പദവി ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു. അതിനുശേഷം ഇത് നോക്കൂ, കഴിഞ്ഞ 1 വർഷത്തിന് മുൻപാണ്
കേരളത്തിലെ കോൺഗ്രസിന്റെ 2 പാർലമെന്റ് അംഗങ്ങൾ ഒരു മന്ത്രവാദിയും ഇവിടെ ഒപ്പം ചെന്ന് അത് ആരും ക്ഷണിച്ചു കൊണ്ടുവരുന്നതാണല്ലോ, അപ്പോൾ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട്. കോൺഗ്രസിൽ കൂടോത്ര പോരാണോ? ശ്രീമതി മധു, ഇത് വളരെ അപഹാസ്യമായ ഒരു അപഹാസ്യ നാടകം, തീർത്തും പരിഹാസ്യമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാതെ വയ്യ. നമ്മുടെ അതിനകത്തെ രാഷ്ട്രീയ ആഭിമുഖ്യങ്ങളൊക്കെ പുലർത്തിക്കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഈ കുൽസിത തന്ത്രങ്ങളെ നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ കഴിയില്ല. ഏത് രാഷ്ട്രീയക്കാരനായാലും അത് ചെയ്യാനും പാടുള്ളതല്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ നമുക്ക് ഇത് സംശയാതീതമായി തെളിയിക്കപ്പെട്ട ഒരു സംഗതിയല്ല ഈ പറഞ്ഞതുപോലെയുള്ള ഒരു എം പി മറ്റൊരു എം പിക്ക് എതിരായിട്ട് കൂടോത്രം പ്രയോഗിച്ചു എന്നുള്ളത്. അതിന് നമുക്ക് അപ്പോൾ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റിദ്ധരിച്ചു. ഉണ്ണിത്താൻ ഇദ്ദേഹത്തിനെതിരെ KPCC അധ്യക്ഷനെതിരെ കൂടോത്രം ചെയ്തു എന്നല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തിരിച്ചറിയുന്നു. അദ്ദേഹം KPCC അധ്യക്ഷനും ആയ K. സുധാകരനോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഞാനിതിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഒരു മന്ത്രവാദിയുമായി ചെന്ന് വീടിന്റെ പരിസരത്ത് നിന്ന് ഇത് കണ്ടെത്തുന്നതാണ് നമ്മൾ പറഞ്ഞു കേട്ട വിവരം. K. സുധാകരൻ ഇതിനെ ഖണ്ഡിച്ചിട്ടില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും അതിനെ സ്വകാര്യമായിട്ടുള്ള മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നിടത്തൊന്നും ഖണ്ഡിച്ചിട്ടില്ല. മാത്രമല്ല അദ്ദേഹം ഇതിനെപ്പറ്റി വാചാലനുമാകുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ചോദ്യം പ്രസക്തമായ ചോദ്യം ഉയർന്നു വരുന്നത്, ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് MP എങ്ങനെ അറിയുന്നു കണ്ണൂർ MPയുടെ തറവാട്ടിനുള്ളിൽ ഈ ഇങ്ങനെയുള്ള ഈ ക്ഷുദ്രപ്രയോഗങ്ങൾ നടന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം എങ്ങനെ അറിഞ്ഞു? അതാണ് ഞങ്ങളുടെ സംശയം. അല്ല, അപ്പോൾ അവിടെയാണ് അങ്ങനെ ഒരു സംശയം നിലനിൽക്കെ തന്നെ അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കണം. അതിനകത്ത് പോലീസ് അന്വേഷണമോ മറ്റൊന്നുമല്ല. അത് ഒരുപക്ഷേ ഈ പാർട്ടി സംവിധാനത്തിൽ കൂടി തന്നെ അത് കോൺഗ്രസ്സിന് ചെയ്യാൻ ഉള്ള ഒരു ആധികാരികത കോൺഗ്രസ്സിൽ ഉണ്ട്. അതിനുള്ള അവകാശമുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ ഇതുപോലെ മുൻപ് ഇതുപോലൊരു KPCC പ്രസിഡന്റ് തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഗൗരീഷ് പട്ടത്തെ വീട്ടിലും 9 തവണ സുധീരന്റെ വീട്ടിലും ഇതുപോലെ ശ്രീ ജേക്കബ് ജോർജ് ഒക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതുമാണ്. അപ്പോൾ അവിടെയും ഇതുപോലെ ഉള്ളൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെയും ഈ പറഞ്ഞ ഒരു വ്യക്തിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നു എന്നുള്ളത് രാജ്മോഹൻ ഉണ്ണിത്താൻ അന്നും അദ്ദേഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതെ, ശരി. അല്ല, അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമല്ല, തിരുവനന്തപുരത്തെ KPCC ആസ്ഥാനത്ത് പ്രസിഡന്റ് ഇരിപ്പിടത്തിന് താഴെ K. സുധാകരന്റെ പേട്ടയിലെ വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്ന്, ഡൽഹിയിലെ ഫ്ളാറ്റിൽ നിന്നും ഇതൊക്കെ സമാനമാണ്. അതായത് ഇവിടെ എല്ലാം പ്രവേശനമുള്ള ആളുകൾ തന്നെ ആയിരിക്കണമല്ലോ ഇതെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയമല്ല കൂടോത്രമാണെന്ന്. അല്ലല്ല, അപ്പോൾ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടത്. അതിനുള്ള ബോധഫലമായിട്ട് ശ്രീ ആരിഫ് ഹുസൈൻ പറയുകയുണ്ടായി. അതായത് അദ്ദേഹം തന്നെ നേരിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു ഇത് ഉച്ചാടനം ചെയ്യാൻ വേണ്ടി, അല്ലാതെ ഈ ക്ഷുദ്രപ്രയോഗത്തിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ മറ്റ് മന്ത്രവാദികളെ, ഈ കുതന്ത്രവാദികളെ തുരത്താൻ വേണ്ടി യഥാർത്ഥ മന്ത്രവാദികളെ കൊണ്ടുവന്ന് അവരിത് തപ്പിയെടുക്കുന്നു, പിന്നെ അത് ന്യൂട്രലൈസ് ചെയ്യുന്നു എന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ, ഇങ്ങനെയുള്ള ഈ ക്ഷുദ്രപ്രയോഗം നടത്തുന്നത് തന്നെ അവരുടെ ബാഗിലും പിന്നെ പാത്രങ്ങളിലും ഒക്കെ കൊണ്ടുവന്നിട്ടിട്ടാണെന്ന് ആയിരിക്കണം ഒരു പക്ഷേ. നമ്മൾ പണ്ടേ കേട്ടിട്ടുണ്ട് പുഴുങ്ങിയ മുട്ട അല്ലെങ്കിൽ കോഴിത്തല ഇങ്ങനെയൊക്കെയുള്ളത്. ഇതൊക്കെ ഈ ക്ഷുദ്രപ്രയോഗം ചെയ്യുന്ന ദുർമന്ത്രവാദികൾ തന്നെ കൊണ്ടുവന്ന് അവിടെ നിക്ഷേപിച്ചിട്ട് നമ്മൾ, അതായത് ഈ പറയുന്ന മന്ത്രവാദികളെ അല്ലെങ്കിൽ മന്ത്രവാദികളെ അല്ലെങ്കിൽ കൂടോത്രം ചെയ്യുന്ന മന്ത്രവാദികളെ ഒക്കെ കുറ്റം പറയാം എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. മറ്റൊരു വശത്ത് നിൽക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത, ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത, നമ്മളെയൊക്കെ നയിക്കുന്നവരെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ ഒരു ബൗദ്ധിക നിലവാരമാണ്. അതെ, അവിടെയാണ് വളരെ പ്രസക്തമായ ചോദ്യം. അവിടെയാണ് ശ്രീ K. സുധാകരൻ ഇതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അദ്ദേഹം അത് വിശ്വസിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ജീവിച്ചിരിക്കുന്ന അത്ഭുതമാണ്. അല്ലല്ല, അത് ഒരു പക്ഷേ ഒരു കൗതുകം കൊണ്ടോ ഒരു പരിഹാസ രൂപേണ ആയിരിക്കണം അദ്ദേഹം പറഞ്ഞത്. അതായത് അങ്ങനെയല്ല, കാലിന്റെ രൂപം എടുക്കുമ്പോൾ ശരി എനിക്ക് കാലുവേദനയുണ്ട്, തലയുടെ രൂപം എടുക്കുമ്പോൾ തലയ്ക്ക് നല്ല സ്ട്രെയിൻ ഉണ്ട്, ഇതൊക്കെ കൗതുകം. സത്യം പറഞ്ഞാൽ ശ്രീ K. സുധാകരൻ ആരോഗ്യപരമായ പല പ്രശ്നങ്ങളുണ്ടെന്ന് നമുക്ക് മാധ്യമപ്രവർത്തകർക്കറിയാം. അദ്ദേഹം അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അദ്ദേഹം കണ്ണൂർ രാഷ്ട്രീയത്തിൽ ശക്തനായിട്ട് വന്നതും. അതോടൊപ്പം ഇപ്പൊ വീണ്ടും അദ്ദേഹം ഒരു കൗതുകത്തിന് പറഞ്ഞു. ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ പറയുന്നത്, കൂടോത്രം കൊണ്ട് തന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അപ്പൊ അപ്പോഴും അതിൽ അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. അല്ല, ഇങ്ങനെയുള്ള ഒരു ക്ഷുദ്രപ്രയോഗം കൊണ്ടും അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം കണ്ണൂരിന്റെ മണ്ണിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹം പറയുന്നത് നിരന്തരം വേട്ടയാടപ്പെട്ട ഒരു രാഷ്ട്രീയക്കാരനാണ് ശ്രീ K. സുധാകരൻ. രാഷ്ട്രീയ വേട്ടയുടെ കാര്യം CPM കൊണ്ട് വെച്ചു പറയാ. അപ്പൊ അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിഞ്ഞ ശ്രീ K. സുധാകരൻ ഏതോ ഒരു സിനിമയിൽ നമ്മൾ കണ്ട പോലെ, പിന്നെ ഇന്നസെന്റ്, നെടുമുടി വേണു, ജഗദീഷ് ശ്രീകുമാർ ഒക്കെ ഉള്ള ഒരു സിനിമയിൽ ഇപ്പൊ ഇതുപോലെ ഒരു കൂടോത്ര പ്രയോഗം. ഇപ്പൊ നാളികേരം എറിഞ്ഞുടക്കി സ്വാമി എന്നും പറയുന്ന രംഗമുണ്ട്, നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. ചിത്രത്തിന് പേരൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല.
അപ്പോൾ ഇതുപോലെ വളരെ പരിഹാസ്യമായത് ഇപ്പം നാളികേരം അങ്ങോട്ട് പൊട്ടുമ്പോൾ എൻ്റെ തലയും തെറിച്ചു പോകുമെന്ന് വിചാരിച്ച് തല അമർത്തി പിടിച്ചിരിക്കുന്ന ഒരാളുണ്ട്. അതാണ് തലവേദനയുണ്ട്, നല്ല സ്ട്രെയിൻ ഉണ്ട് എന്നൊക്കെ അദ്ദേഹം പറയേണ്ടി വരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് പാർലമെന്ററി കാര്യമന്ത്രി കൂടിയായ എം പി രാജേഷ് ചോദിക്കുന്നത് കോൺഗ്രസ് ഏത് ഇരുണ്ട യുഗത്തിലാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് വി ഡി സതീശന്റെ ഒരു പ്രതികരണം ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നും ഉണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, ഇതാ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഇത് പുതിയൊരു സംഭവമല്ല എന്നുള്ളത്. ഇത് നോക്കൂ, എത്ര ചർച്ചകളിൽ, രാഷ്ട്രീയ ചർച്ചകളിൽ അങ്ങ് മാതൃഭൂമിയുടെ ഇതേ സീറ്റിൽ വന്നിരുന്നിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിഷയം സംസാരിക്കേണ്ടി വരുന്നത്. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട, ഇന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഏറെക്കുറെ ഈ വിഷയമായിരിക്കും ചർച്ച ചെയ്യുന്നത്. നമ്മളൊരു വൈകുന്നേരം ഇരുന്ന് ഈ നൂറ്റാണ്ടിൽ, ഈ 2024 നമ്മൾ ചർച്ച ചെയ്യാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടോത്രം ചെയ്യുന്നുണ്ടോ എന്ന്. മാധു, ഈ ചർച്ചയ്ക്ക് മാധു എന്നെ വിളിച്ചപ്പോൾ അജിത്തെ ഒരു കൂടോത്രക്കാരനൊന്നും വിളിക്കാൻ എന്താ വഴി ഞാൻ ആലോചിച്ചു. നമ്മുടെ ഫോണിലെങ്കും ആ ലിസ്റ്റിലെങ്കും അങ്ങനെ ഒരാളില്ല. കൂടോത്രം, ആഭിചാരം അജിത്തിനായാലും അറിയാമോ, മാധുവിന് അറിയാമോ? നമുക്ക് ഇങ്ങനെ മന്ത്രിമാരെ, രാഷ്ട്രീയക്കാരെ, ജില്ലാ നേതാക്കന്മാരെ, താഴേക്കുള്ള നേതാക്കന്മാരെ, അവരെയൊക്കെയാണ് നമുക്കറിയാം. യുക്തിവാദികളെ എനിക്കധികം ഇപ്പം പരിചയമില്ല. ഇപ്പം യുക്തിവാദികളുടെ ആ വംശം തീരെ കുറവാണ്. ശരിക്കും ആരിഫ് ഹുസൈൻ അങ്ങനെ എനിക്കൊന്ന് കാണണം. തീർച്ചയായിട്ടും. മാധു, ഞാൻ ഇതിൻ്റെ അകത്തെ ഒരു ട്വിസ്റ്റ് പറയാം. ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ BM സുധീരൻ്റെ അവിടെ കോഴിത്തലയൊക്കെയാണ് കണ്ടെടുത്തത്. അവിടെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. ഇന്നിപ്പോൾ കെ സുധാകരൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്ര സാമഗ്രികൾ, തകിടോ എന്തോ കാലിൻ്റെ രൂപമോ തലയുടെ രൂപമോ ഒക്കെ എടുത്തപ്പോഴും ഉണ്ണിത്താൻ്റെ സാന്നിധ്യം. ഞാനൊരു രഹസ്യം, ഇത് ആർക്കും അറിയാത്തൊരു കാര്യം പറയട്ടെ, എന്നോട് ആരാണെന്ന് ചോദിക്കല്ലേ. ഒരു കോൺഗ്രസ് നേതാവ് KM മാണി സാറിൻ്റെ വീട്ടിൽ ചെന്നു പാലായിലെ. എന്താണെന്നറിയാമോ? ബാർക്കോഴക്കാലം മാണി സാർ ഒറ്റപ്പെട്ടിരിക്കുമ്പോൾ, അങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ, ഇതൊക്കെയാണ് ഈ ആഭിചാരക്കാർ നോക്കുന്നത്. നിനക്ക് കഷ്ടകാലമാണ്, ദാരിദ്ര്യമാണ്, കടക്കിണിയാണ്, നിനക്കെതിരെ കൂടോത്രം വെച്ചിട്ടുണ്ട്. അജിത്തെ, മാധു, പാലായിലെ വീട്ടിൽ ഒരാൾ ചെല്ലുന്നു. ആ ഒരാൾ ഒരു കോൺഗ്രസ് നേതാവാണ് അജിത്തെ, ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്. ഞാൻ ആ പേര് പറയുന്നില്ല, ഇനി പറയണ്ട. അത് മാധു കണ്ടുപിടിക്കാം. മാധുവിന് മാധ്യമമാണ്. നമുക്ക് അജിത്തിന് എനിക്ക് ഇപ്പം പത്രമൊന്നുമില്ല. അല്ല, ഇനിയിപ്പോ അത് പറയേണ്ടതില്ല, പറഞ്ഞോളൂ. അതെ, എന്തോ വെച്ചിട്ടാണല്ലോ ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞ കേരളത്തിലുള്ള എല്ലാവർക്കും മനസ്സിലാവില്ലേ? പക്ഷെ കേക്ക്, അന്ന് KM മാണി സാറിനോട് ഈ കോൺഗ്രസ് നേതാവ് പാലായിലെ വീട്ടിൽ ചെന്ന് പറഞ്ഞത്, മണിസാറിന് ആകെ കഷ്ടകാലമാണ്, പ്രശ്നമാണ്, ഈ വീട്ടിൽ മുഴുക്കൻ കൂടോത്രമാണ്. മണിസാറെ, ഞാൻ അനുവദിക്ക്, ഞാനിതെല്ലാം എടുത്തുതരാം, ഞാനൊരാളെ കൊണ്ടുവരാം എന്ന് വെച്ചാൽ ഒരു ആഭിചാരക്കാരനെ, കൂടോത്രക്കാരനെ, മറുവേലകളും വിദ്യകളും അറിയാവുന്ന ഒരു കൂടോത്രക്കാരനെ കൊണ്ടുവന്നിട്ട് ഇത് മുഴുക്കെ എടുത്തു തരാം. മണിസാറിൻ്റെ മറുപടി, മണിസാർ അല്ല നേതാവേ, ഞാൻ പേര് പറയുന്നില്ല കേട്ടോ, അത് കുഴിച്ച് നോക്കുക എന്നെ, ഞാൻ പറയത്തില്ല. പക്ഷേ മാണി സാറ് പറഞ്ഞു, വേണ്ട, അത് വേണ്ട, അതവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇതിനകത്തൊരു ആൻറ്റി ക്ലൈമാക്സും കൂടെയുണ്ട്. കുറേ ദിവസങ്ങൾക്ക് ശേഷം അവിടെ, പറയണോ വേണ്ടയോ, കുറേ പറയൂ, ക്രിസ്ത്യൻ, ആരിഫ് പറഞ്ഞു, എനിക്ക് ധൈര്യമായി, കുറേ ക്രിസ്ത്യൻ പുരോഹിതന്മാർ ചെന്നു, പ്രാർത്ഥിച്ചു. മണിസാറിൻ്റെ വീട്ടുകാരെല്ലാം കേട്ടാൽ എന്നെ പഠിക്കരുതേ, സത്യം നടന്നാൽ എനിക്കറിയാം. പ്രാർത്ഥിച്ചിട്ട് ഈ പ്ലഗ് കുത്തുമല്ലോ, അതിൻ്റെ അകത്തുനിന്ന് എന്തോ ഒരു തകിടെടുത്തു, കുഴിച്ചിട്ട സാധനങ്ങളൊക്കെ അവരെടുത്തു. സത്യമാണ് ജിത്തെ, നമുക്ക് അന്വേഷിക്കാം. മാധു, ഞാൻ ഈ പറഞ്ഞ 2 ഇൻസിഡൻസും മാധു അന്വേഷിക്കേ, മാധു റിപ്പോർട്ട് ചെയ്യാനകത്ത് ചർച്ചയ്ക്ക് എന്നെ വിളിച്ചു. കോൺഗ്രസ് നേതാവിന് ഇതിനെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരുന്നു. കോൺഗ്രസ് നേതാവ് പറഞ്ഞത് ഇവിടെ കൂടോത്രം വെച്ചിട്ടുണ്ട്, ഇവിടെ ആകെ കൂടോത്രമാണെന്നാണ് പറഞ്ഞത്, ഇവിടെ എല്ലാം കൂടോത്രമാണ് മണിസാറേ, അതുകൊണ്ടാണ് ഈ കഷ്ടകാലം. മണിസാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ വേറൊരു കൂടോത്രക്കാരനെ കൊണ്ടുവരാം, ഇത് മുഴുക്കി എടുത്തിരാന്ന് പറഞ്ഞു. അതും ഈ ക്രിസ്ത്യൻ പുരോഹിതരുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഈ 2 രണ്ടാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് തട്ടിപ്പാണ്. തട്ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാസമ്പന്നരായ ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള തട്ടിപ്പുമായിട്ട് നിൽക്കുന്നവരെയാണ് ആദ്യം പിടികൂടേണ്ടത്. ഇപ്പോൾ അല്ലാണ്ട് ആൾദൈവം നമ്മൾ കണ്ടാണല്ലോ UP-യിൽ ആൾദൈവത്തിൻ്റെ കളികളും, ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന പോലെ ആൾദൈവത്തിൻ്റെ വികൃതികൾ ഉണ്ടല്ലേ,
അതേപോലെ ഇതുപോലെയുള്ള തട്ടിപ്പുകളുമായിട്ട് ചിലർ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇതുപോലെ MP-മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ഒരു KPCC അധ്യക്ഷനാണേ, നെഹ്റുവിൻ്റെ പാർട്ടി, നെഹ്റു എന്ത് ഉജ്ജ്വലമായ ചിന്താഗതിയും കാഴ്ചപ്പാടുമുള്ള മനുഷ്യൻ, അദ്ദേഹമൊക്കെ വിശ്വാസിയായിരുന്നില്ലല്ലോ, ഒരിക്കലും വിശ്വാസി ഒരു സയന്റിഫിക് തരത്തിൽ ടെമ്പർ എന്ന പദം, അതെ, സയന്റിഫിക് ടെമ്പർ മാത്രമല്ല, വിശ്വാസത്തിന് എതിരാണെന്ന് മാത്രമല്ല, അദ്ദേഹം കൊണ്ടുവന്ന ആ ഉൾക്കാഴ്ചയുണ്ടല്ലോ. AK ആന്റണി എന്ത് മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളുള്ള നിലപാട് സ്വീകരിച്ചത്. MA ജോൺ, അജിത്തിനറിയാമല്ലോ, KSUവിനെയും യൂത്ത് കോൺഗ്രസിനെയും നമ്മെ നയിക്കും എന്ന് പറഞ്ഞിരുന്ന, അതെ, ഗ്രൂം ചെയ്ത് വളർത്തിയെടുത്ത് നയിച്ച MA ജോൺ KSUക്കാരെ, യൂത്ത് കോൺഗ്രസ്സുകാരെ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന് ഉയർന്ന ചിന്താഗതികളായിരുന്നു, ഉന്നതമായ കാഴ്ചപ്പാടായിരുന്നു. ശരി. ശ്രീ റെജി ലൂക്കോസ്, നെഹ്റുവിന്റെ പിന്മുറക്കാർ, നെഹ്റുവിന്റെ ലെഗസി പേറുന്നവർ, നമുക്ക് ഈ പറയുന്ന ആരാധനാലയങ്ങൾക്കപ്പുറത്ത് ഭക്രാനങ്ങൾ പോലെയുള്ള അണക്കെട്ടുകളാണ് വേണ്ടത് എന്ന് പറഞ്ഞ നെഹ്റുവിന്റെ പിന്മുറക്കാർ, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒലയ്ക്കടിച്ചനെ എന്ന് ഏതു സാധാരണക്കാരനും ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയുന്ന ബൗദ്ധികമായ അധപ്പതനത്തിലേക്ക് ചെന്നു നിൽക്കുകയാണ്. ഏത് ഇരുണ്ട യുഗത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന് കോൺഗ്രസ്സുകാരോട് MP രാജേഷ് ചോദിക്കുന്നത് ആ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്. എങ്ങനെയാണ് ഇത്രയും ഏറ്റവും അപലപിക്കേണ്ട, ഇത്രയും അപഹാസ്യമായ കാര്യങ്ങൾക്ക് തുണ നിന്നുകൊണ്ട് കേരള സമൂഹത്തെ നമ്മുടെ നേതാക്കൾ ഇനി അഭിമുഖീകരിക്കുക? മാധു, കേരള പ്രദേശ് കൂടോത്ര കമ്മിറ്റി എന്ന് ഞാൻ ആരോപിക്കുന്നില്ല. കാരണം കോൺഗ്രസിൽ ഇപ്പോഴും ആധുനിക രീതിയിൽ ചിന്തിക്കുന്ന ഒരു ചെറിയ വിഭാഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. നെഹ്റുവിനെ കുറിച്ച് കോട്ട് ചെയ്യാനായിട്ട് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന് വേറെ കഥയുണ്ട്. ആ ജേക്കബ് സാറിനും പ്രിയപ്പെട്ട അജിത് സാറിനൊക്കെ അറിയാം. ഇന്ത്യയിലെ പ്രശസ്തമായ ക്ഷേത്രത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അറിയാം. ആ പ്രശസ്തമായ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിന് ഉദ്ഘാടനത്തിന് ജവഹർലാൽ നെഹ്റുവിനെ ക്ഷണിച്ചപ്പോൾ ഒരു ക്ഷേത്രത്തിൽ പോലും ഞാൻ വരത്തില്ല, ആ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം ചടങ്ങ് അന്നത്തെ കാലം എന്നായിരിക്കണം അദ്ദേഹം നിരസിച്ചാണ്. അന്ന് അത് വലിയ വാർത്തയാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിക്കാൻ പറ്റും. അങ്ങനെ ഒരു മഹാനായ മതേതരവാദിയുടെയും ഈ കൂടോത്ര കമ്മിറ്റിക്കാരുടെയൊക്കെ എതിരായിരുന്നു അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന ഈ 2 MP-മാർ. ആ MP-മാരെന്നല്ല, പിന്നെയും പേരുകളുണ്ട്, നമ്മൾ ഈ ചർച്ചയിൽ അത് പറയുന്നില്ല. ഇവർ ഇത്തരത്തിൽ അധപ്പതിച്ചത് സത്യം പറഞ്ഞ ലജ്ജാകരമാണ്. ഇവിടെ പ്രിയപ്പെട്ട അജിത് സാർ പറഞ്ഞു ഈ K. സുധാകരൻ ഇത്തരം വിശ്വാസിയൊന്നും അല്ലാന്ന് പറഞ്ഞു. സാറിന് എൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരിക, അതിനാളൊന്നും ആയിട്ടില്ല. മോൻസൺ മാവുങ്കൽ എന്ന് പറഞ്ഞ ഒരു അന്ധവിശ്വാസ കച്ചവടക്കാരനായിരുന്നു കേരളത്തിൽ. ഒരുപക്ഷെ കേരളത്തിനെ അന്തർദേശീയ തലത്തിൽ അപമാനിച്ച ഒരു പുരാവസ്തു തട്ടിപ്പുകാരൻ, അയാളുടെ സ്ഥിരം ഈ അന്ധവിശ്വാസത്തിന് ബലിയാടായ അവൻ്റെ ആ പറഞ്ഞ മനുഷ്യൻ്റെ സ്ഥിരം സന്ദർശകനുമായിരുന്നു, സാമ്പത്തിക ഇടപാടുള്ള ആളായിരുന്നു ഈ K. സുധാകരൻ. അയാളുടെ പീഠത്തിലും അയാളുടെ എന്താ പറയുക മോശയുടെ ഹംസവടിയിലൊക്കെ പിടിച്ചിരിക്കുന്ന K. സുധാകരൻ്റെ ചിത്രങ്ങൾ അതിലും ലജ്ജാകരമല്ലായിരുന്നോ? യാതൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത അയാളുടെ അടുത്ത് കണ്ണ് ചികിത്സിക്കാൻ പോയ വ്യക്തിയാണ് ഈ K. സുധാകരൻ. അപ്പോൾ K. സുധാകരൻ എന്ന് പറയുന്ന ആളെ അന്ധവിശ്വാസിയല്ലെന്നും കൂടോത്രക്കാരനല്ലെന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. പിന്നെ രാജ്ഭവൻ ഉണ്ണിത്താൻ, അത് ഇവർ പറഞ്ഞ കറക്റ്റാണ്. VM സുധീരൻ്റെ വീട്ടിൽ അയാളുടെ ഒരു ഡസൻ പ്രാവശ്യം അവിടെ ഈ കൂടോത്രക്കാർ കുഴിച്ചോട്ട് സാധനത്തിന് അന്നൊക്കെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ട്. തൻ്റെ കുറി മായ്ച്ചു വെച്ചുകൊണ്ട് മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ട് കണ്ണൂരിൽ ലാൻഡ് ചെയ്താൽ അതേ എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. എങ്ങനെയാണ് ഈ സുധാകരൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തൊന്നും ഒരു ജോത്സ്യെ കൂട്ടിക്കൊണ്ട് വന്ന് ഈ MP അവിടുന്ന് ഈ സാധനം കുഴിച്ചെടുക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇവരെയൊക്കെ തെരഞ്ഞെടുത്ത ജനങ്ങളല്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റവാളികൾ? നാണക്കേടല്ലേ കേരളം എന്ന് പറയുന്നത്? അന്ധവിശ്വാസത്തിനെതിരെ നിയമം പാസ്സാക്കണമെന്ന നമ്മുടെ നിയമസഭ കേട്ടു തുടങ്ങിയിട്ട് എത്ര കാലമായി? PT അടക്കം ഉന്നയിച്ച കാര്യങ്ങൾ അന്ന് നിയമസഭ അത് ഗൗരവത്തോടെ പരിഗണിച്ചില്ല, തിരസ്കരിക്കപ്പെട്ടു എന്നതടക്കമുള്ള പരാതി അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. PT നമുക്ക് ഒരു പടി മുന്നേ നടന്ന ഒരാളാണ്. അല്ലത് തീർച്ചയായിട്ടും. ഞാൻ ചോദിക്കട്ടെ, വയലാർ രവി ആരായിരുന്നു? വയലാർ രവിയായിട്ട് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം അതൊക്കെ ഇത്തരം കാര്യങ്ങൾക്ക് എതിരെ നിന്നൊരാളാണ്. പിന്നെ നമ്മുടെ AK ആന്റണി സാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവസാനം വിചിത്രമായ വാദങ്ങളോട് വന്നെങ്കിലും ഞാനൊക്കെ അദ്ദേഹത്തിന് ഇത്തരം നിലപാടുകളെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആളാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ ജ്യോത്സ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചല്ലോ. കേരളത്തിനെ ഇവരെങ്ങോട്ടാണ് നയിക്കുന്നത്? നേതാക്കന്മാർ ഇത്ര ലജ്ജാകരമായ രീതിയിൽ കൂടോത്രത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ 2 പേരും കുറ്റവാളികളാണ്. നിങ്ങളോട് ഞാനൊരു കഥ പറയാം. അതായത് കേരള ആരാധനയോടെ ഇന്നും വീക്ഷിക്കുന്ന നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന നടൻ K. മധു പലതവണ പറഞ്ഞിട്ടുള്ള കാര്യം പറയാം. അദ്ദേഹം 8 ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. എന്താ അറിയോ? അദ്ദേഹം ജനിച്ചപ്പോൾ 4 ജ്യോത്സ്യന്മാരെ കൊണ്ട് ജാതകം എഴുതിച്ചു. ഈ 4 ജ്യോത്സ്യന്മാർ എഴുതി വെച്ചിരിക്കുന്ന അദ്ദേഹം 70 വയസ്സിനപ്പുറം ജീവിക്കുകയെന്നുള്ള അതുകൊണ്ടെന്നുകൂടി 70 വയസ്സിൽ മരിക്കുമെന്ന് ഉറപ്പായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ അദ്ദേഹം ആർഭാടമായിട്ട് ജീവിച്ചത് നഷ്ടപ്പെട്ടു. 90ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചില്ല. ഇന്ന് 5 പൈസ കയ്യിലില്ലെന്നാണ് പറയുന്നത്. 4.5 ലക്ഷം കിലോമീറ്റർ അപ്പുറമുള്ള ചൊവ്വയുടെ പേരിൽ ഇവിടെ എത്രയോ 10,000 ചെറുപ്പക്കാരുടെയും യുവതികളുടെയും ഭാവി നഷ്ടപ്പെട്ട് കല്യാണം പോലും കഴിക്കാതിരിക്കുന്നു. ഈ ഭൂമിയിൽ, ഈ കേരളത്തിലല്ലാണ്ട് ഈ അന്ധവിശ്വാസം വേറെ എവിടെയെങ്കിലും ഉണ്ടോ?
നിങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്ത് ഈ ഇവിടെയുള്ളത് മിക്കവരും പോകുന്നില്ലേ, അവിടെയൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട്. മലയാളിയുടെ വോട്ടും മേടിച്ചുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ പോയി നമ്മളെ നന്മകളും അന്ധവിശ്വാസങ്ങൾക്കെതിരെ ഈ ആധുനിക യുഗത്തിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മനസ്സുമായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ട ഇത്ര നേതാക്കന്മാർ കൂടോക്കത്ര കഥയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ ലജ്ജാകരം. ഇവർ ശരിക്കും പറയുകയാണെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള മാറ്റിയിട്ട് ഇവരത് റിസൈൻ ചെയ്യണം. ഇവർ എത്ര നാണക്കേടാണ് ആ പാർട്ടിക്ക് വന്നിരിക്കുന്ന ഒരു അപജയം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് മാതൃഭൂമി ചർച്ച എടുത്ത് ഞാനും ആസ്വദിച്ചാണ് കേൾക്കുന്നത്. ഇവിടെ മാണി സാറിനെ കുറിച്ച് ജേക്കബ് സാർ പറഞ്ഞതിനോട് 100% ഞാൻ ചോദിക്കുന്നില്ല. കെ മാണി സാർ ഇതിനകത്ത് വിശ്വാസമില്ലാത്ത ഒരാളെന്നുള്ളതാണ് ഒരു പാലാനിവാസിയെ എനിക്ക് അറിയാൻ പറ്റുന്നത്. കാരണം അദ്ദേഹത്തിനെ കുറിച്ച് ഇത്തരം ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുമായിരുന്നു. അദ്ദേഹം വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന് ഭക്തിയുണ്ട്, അതിപ്പോൾ ആരുടെയും കുറ്റം പറയാൻ കാര്യമില്ല. അത് ഓരോരുത്തരുടെയും ഡിസ്ക്രിപ്ഷനാണ്. സ്വന്തം തനിക്ക് ഭക്തി വേണമല്ലോ തുടരും. നിങ്ങൾ ആലോചിക്കുക, കേരളത്തിൽ നമ്മൾ നേരത്തെ ജേക്കബ് സാർ പറഞ്ഞത് പ്രേക്ഷകർ കേൾക്കണം. 121 പേരെ കാലവരിക്ക് അയച്ച ഈ ബാബ എന്ന് പറയുന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ, അയാളുടെ പീഡന കേസിൽ അയാൾ ജയിലിൽ കിടന്നയാളാണ്. അയാൾ തിരിച്ചു വന്നിട്ട് ഈ നാടകം കളിച്ചപ്പോൾ ഇന്ത്യയിലെ പ്രബുദ്ധരെന്ന് ഇന്ത്യയിലെ ഉന്നതന്മാരെന്ന് അവകാശപ്പെടുന്ന എത്രയോ നേതാക്കന്മാർ അയാളെ കാലുകയായി പിടിക്കുമായിരുന്നു. അയാളെ ഷൂട്ട് ചവിടുന്ന മണ്ണിന് വേണ്ടിയിട്ട് തിരക്കും കൂട്ടിയല്ലേ 120 പേരെ കൊന്നു കളഞ്ഞത്. ഈ രാജ്യത്ത് അയാളുടെ പേര് ഒരു FIR ഇട്ടോ ഇല്ല. ഈ നിമിഷം വരെ ഈ കൂട്ടക്കൊല നടത്തിയ ആളുടെ പേര് ഒരു FIR പോലും ഇട്ടുമില്ല. അപ്പോൾ ഈ ആൾദേവികളെ പൂജിപ്പിക്കുന്നത് കേരളത്തിൻ്റെ കഥകൾ പറയാം. ഞാനാരുടെ പേര് എടുത്ത് പറയാൻ പറ്റുന്നില്ല. കേരളത്തിലെ അന്ധവിശ്വാസത്തിൻ്റെയും കേരളത്തിലെ ഇത്തരം നിറുകെട്ട ആചാരങ്ങൾക്ക് വേണ്ടി പ്രചരണം കൊടുക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്ക് പങ്കുണ്ട്. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഞാൻ നോക്കട്ടെ, ചോദിച്ചത് ആലോചിച്ച് ചെങ്കോല് പ്രതിഷ്ഠിച്ച ഒരു പാർലമെന്റിൽ, ആ പാർലമെന്റ് തന്നെ നമ്മുടെ നാടിന് അപമാനം എന്നുള്ള വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇന്ത്യ പാർലമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ആരാധനാലയം പോലെ നമ്മൾ സൃഷ്ടിക്കേണ്ട അങ്ങനെ ഒരു സ്ഥലത്ത് കേരളത്തിൽ മാതൃകയാകേണ്ട ഇത്തരം ജനപ്രതിനിധികൾ ഈ കൂടോത്തര കഥകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ KPCCയുടെ ഓഫീസിൽ അദ്ദേഹത്തിന് ചുറ്റും കൂടോത്തരം കുടിച്ചിട്ടെന്ന് പറഞ്ഞു. ആരാ KPCC ഓഫീസിൽ CPI-കാർ കയറത്തില്ലല്ലോ, BJP-കാർ കയറത്തില്ലല്ലോ, അവരുടെ ആൾക്കാർ തന്നെയല്ലേ കയറുന്നത്. അതിനകത്ത് കയറാൻ സ്വാതന്ത്ര്യമുള്ളവർക്കല്ലേ കയറാൻ പറ്റുള്ളൂ. അവിടെ കൂടോത്തരം കുടിച്ചിട്ടെന്ന് പറഞ്ഞാൽ സത്യം പറയണ ഈ രാഷ്ട്രീയ പ്രസ്ഥാനം മനുഷ്യൻ ജനിക്കുന്ന സമയം വെച്ച് അവൻ ആയുസ്സുള്ള സമയം. ഒരു മിനിറ്റ്, ഞാൻ വരാം. ഒന്ന് ക്ഷമിക്കണേ. ശരി, അങ്ങ് പൂർത്തീകരിക്കും. ഒറ്റ ഉദാഹരണം പറയാം. സുധാകരനെയും ഉണ്ണിത്താനെയും ഒന്നും നിങ്ങൾ പഴിക്കണ്ട. അവരൊക്കെ അന്ധവിശ്വാസ കൂട്ടിലാണ്. മനുഷ്യർക്ക് പറ്റിയ മോട്ടർമാർക്ക് പറ്റിയ അവസ്ഥയാണ് ഇവരെയൊക്കെ പാർലമെന്റ് എന്ന് പറയുന്ന ശ്രീകോവിലേക്ക് അയച്ചത്. ഇവിടെ വേറൊരാളുണ്ട്, ഇവരോടൊപ്പം നിൽക്കുന്ന ഒരാളുണ്ട്. RSSന്റെയും ഈ പറയുന്ന ഈ അന്ധവിശ്വാസ കൂടാരത്തിന്റെ തലവന്റെ മുമ്പിൽ കൊണ്ട് ലൈറ്റ് കത്തി അതിനുവേണ്ടി പാടി പൂഴ്ത്തിയ നേതാവുണ്ട് കേരളത്തിലുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കാരാണെന്ന് പറയാം. ഈ കൂട്ടം എന്ന് പറയുന്നത് അപൂർവം കുറെ ആൾക്കാർ ഒഴിച്ച് ബാക്കി മുഴുവനും ഇതുപോലത്തെ ഈ കേരളത്തിലെ ജനങ്ങളെ, യുവാക്കളെയും വളർന്നു വരുന്ന തലമുറയ്ക്ക് അപമാനമാണ്. ചോദിച്ചു വന്നത് ഇതാണ്. ഇപ്പോ നമ്മൾ ജാതകം എഴുതുന്നു. നേരത്തെ പറഞ്ഞു നടൻ മധു 4 പേർക്ക് വേണ്ടി 4 പേർ ജാതകം എഴുതിയപ്പോൾ 4 പോയി എന്നൊരു പരാമർശം. അപ്പൊ അങ്ങനെ മനുഷ്യൻ ജനിക്കുന്ന സമയം വെച്ച് മരിക്കുന്ന സമയം, അവൻ ആപത്ത് വരുന്ന സമയം, ആപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ എന്തു ചെയ്യണം, അതിനെന്താണ് പരിഹാരക്രിയ, ഏത് ആരാധനാലയത്തിൽ പോയി വഴിപാട് നടത്തണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് കെട്ടുപെട്ടു പോയിരിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ്. ഇത് അങ്ങ് ജ്യോതിഷിയാണ്, അങ്ങ് ആളുകളുടെ ഇത്തരത്തിലുള്ള അവരുടെ ജീവിത സമയത്തിൽ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? അതിൻ്റെ അടിസ്ഥാനം എന്താണ്? നോക്കൂ, ജ്യോതിഷം എന്ന് പറയുന്നത് ആസ്ട്രോണമിയിൽ നിന്നാണ് ആസ്ട്രോളജി രൂപപ്പെടുത്തിയത്. ജ്യോതിഷം അന്ധവിശ്വാസമല്ല. ഇവിടെ പലർക്കും ജ്യോതിഷം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഒരു പുള്ളി പറഞ്ഞു ചൊവ്വ വന്നിട്ട് മനുഷ്യൻ്റെ കല്യാണം മുടക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മയാണ്. അദ്ദേഹത്തിന് അത് അറിഞ്ഞൂടാ. ജ്യോതിഷം അറിഞ്ഞൂടാത്ത അദ്ദേഹം എന്തിനാ ജ്യോതിഷത്തിനെ കുറിച്ച് പറയുന്നത്? അദ്ദേഹം രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയും. അദ്ദേഹത്തിന് രാഷ്ട്രീയമേ അറിയാവോ? എത്രയോ കിലോമീറ്റർ നിൽക്കുന്ന നമ്മുടെ കല്യാണം മുടക്കുമെന്ന് ഒരിടം പറയുന്നില്ല. ഇപ്പൊ നമ്മൾ സംഖ്യകൾ കൊണ്ടാണ് കണക്കുണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പൊ 4, 3, 7 എന്ന് പറഞ്ഞ ഒരു സംഖ്യ, 4, 3, 8 ഇത് പറയണ കേൾക്കോ? നിങ്ങൾ പറയണ കേൾക്കോ? ഞാൻ പറയണ കേൾക്കോ? നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ മിണ്ടാതില്ല ഇരുന്ന. ഞാൻ പറയണ കേൾക്കോ പ്ലീസ്? ഞാൻ പറയട്ടെ, എന്നെ കൊണ്ട് പറയിപ്പിക്കോ? എൻ്റെ അവസരമല്ലേ പ്ലീസ്. അപ്പോൾ ഇപ്പം നമ്മൾ നിറങ്ങൾ കൊണ്ടാണ് നമ്മൾ സിഗ്നൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ചുവന്ന ലൈറ്റ് കാണുമ്പോൾ നമ്മുടെ കാലിനെ പിടിച്ച് ഒരിക്കലും ആരും ബ്രേക്കിൽ ചവിട്ടുന്നില്ല.
ഈ ജ്യോതിഷം എന്ന് പറയുന്ന ഒരു കണക്കാണ്. യൂണിവേഴ്സിറ്റി ഉള്ള ഒരു സംരംഭമാണ്. തമിഴ്നാട്ടിലെ തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇവിടുത്തെ കുറേ നിരീശ്വരവാദികളും മറ്റുള്ളവരും കൂടെ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോയി ഈ ശാസ്ത്രത്തെ അങ്ങ് നിരോധിക്കണമെന്ന്. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ അതൊന്നും സാധ്യമല്ല, ജ്യോതിഷത്തിന് സിലബസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ MBBS-ഉം എഞ്ചിനീയറിംഗും എല്ലാം നിരോധിക്കേണ്ടി വരും. തഞ്ചാവൂർ യൂണിവേഴ്സിറ്റി ഉണ്ട് ജ്യോതിഷത്തിന്. ഈ അറിയുന്നവരത് പറയണം. ലോകത്തിന്റെ അറിവുകളില്ല. ശ്രീ സന്തോഷ് നായർ, ഞാൻ ചോദിക്കുന്ന, ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ അവന്റെ ആയുസ് നിശ്ചയിക്കാൻ കഴിയുമോ അങ്ങ് പറയുന്ന ഈ ശാസ്ത്രത്തിന്? പറയുന്ന ശരി, ഞാൻ അത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുമോ? ഇപ്പോൾ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് 4 നടയുണ്ട്. ഇന്നാൾ ഒരാൾ ഇവിടെ വന്നിട്ട് എൻ്റെ അച്ഛൻ അല്പായുസുള്ളവൻ, എൻ്റെ അച്ഛൻ ദീർഘായുസുള്ളവൻ, എൻ്റെ അച്ഛൻ ഇത് മധ്യായുസുള്ളവൻ. ഇതിൽ ഏതാണ് സാറേ ശരി? അത് ജ്യോതിഷൻ്റെ കുഴപ്പമാണ്. ജ്യോതിഷത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിടത്ത് പറയും കാരണം പറയും, കരണത്തിൽ പറയും നിങ്ങൾ വെളുത്ത് മെലിഞ്ഞ സുന്ദരനാണ്. വേറൊരിടത്ത് പറയും നിങ്ങൾ കറുത്ത് ഇരുണ്ട് ഇതാണ്. നമ്മുടെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ശരി, ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ഒരു മനുഷ്യന്റെ ജനനസമയം വെച്ച് അയാളുടെ മരണസമയം ഗണിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? മരണസമയം നമുക്ക് ആ ഗ്രഹനിലയിൽ ദശാകാലം വരുന്ന സമയം വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും. മരണകാലം അറിയാൻ പറ്റും. അത് പോരാത്തതുകൊണ്ട് നമുക്ക് ഈ ജനനത്തിൻ്റെ ഇത് ഷാർപ്പായിട്ട് ഗണിക്കേണ്ട ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം 100% ശരിയാണ്. പക്ഷേ അറിവില്ലാത്തവരെ ഇത് കൈകാര്യം ചെയ്യുമ്പോഴാണ് പ്രോബ്ലം വരുന്നത്. അദ്ദേഹം ജ്യോതിഷി പോയി എടുത്തു എന്ന് പറയുന്നതിനോട് ഞാൻ എതിരാണ്. ജ്യോതിഷി പോവില്ല, കൂടോത്രം ഒന്നും ജ്യോതിഷത്തിനകത്ത് വരുന്നതല്ല. യഥാർത്ഥ ജ്യോതിഷം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞൂടാ. അത് കലിക ജ്യോതിഷത്തിലൂടെ ബോധവൽക്കരിക്കുന്നുണ്ട് ഞങ്ങൾ. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത്, നമ്മുടെ ശാസ്ത്രം ഇനി ഏതു കാലത്ത് ഈ പറയുന്നത് പോലെ ജനിക്കുന്ന സമയം വെച്ച് മരിക്കുന്ന സമയം ഗണിക്കാൻ പഠിക്കും? ഏത് കാലം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമുക്കിപ്പോൾ അത് സാധിക്കുന്നില്ല എന്ന്. നമ്മൾ എല്ലാ വർഷവും ഇപ്പോൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറയുന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ശാസ്ത്രം എന്നോ പറഞ്ഞു തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. അതായത് അതുകൊണ്ട് ശാസ്ത്രം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു ഇന്ത്യക്കാരനെ മാത്രം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എത്ര വയസ്സ് വരെ ജീവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട്. ആ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അത് നമുക്ക് ലഭിക്കുന്ന പോഷകാഹാരങ്ങൾ മുതൽ അതുകൂടാതെ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങൾ മുതൽ ഇതെല്ലാം. ഞാൻ ചോദിച്ചതിന്റെ ടോണങ്ങേക്ക് മനസ്സിലാവാനായിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് എത്രത്തോളം ജ്യോതിഷത്തോടും ശാസ്ത്രത്തോട് വളരാൻ കഴിയും എന്നല്ല ഞാൻ ചോദിച്ചത്. എനിക്ക് ആ അത്ഭുതത്തിൽ നിന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്, ഇനി എന്നാണ് നമ്മുടെ ശാസ്ത്രം ഒന്ന് മെച്ചപ്പെടുക എന്നുള്ളത്. ഈ ആവറേജ് എന്ന് പറയുമ്പോൾ തന്നെ അത് നമ്മൾ പല തരത്തിലുള്ള ഇൻഡെക്സുകൾ വെച്ചുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷെ ഇത് വ്യക്തിപരമായി പറയാൻ കഴിയും എന്നുള്ളതാണ് അവകാശവാദം. അതായത് ഇപ്പോ നമ്മൾ ഈ ലൈഫ് എക്സ്പെക്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് മറ്റ് ആക്സിഡന്റൽ ആയിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ള കാരണങ്ങളൊക്കെ മാറ്റിവെച്ചാൽ, അങ്ങനെ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇന്ന് ജീവിച്ചിരിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മിനിമം 72 വയസ്സ് വരെയെങ്കിലും ജീവിച്ചിരിക്കും. ഓരോ വ്യക്തിയും അത്തരം ഒരു അവസ്ഥയിൽ വരെ ജീവിക്കാനുള്ള ഒരു അവസ്ഥ നിലവിലുണ്ട്. അതിൻ്റെ ഒപ്പം മറ്റു കാര്യങ്ങൾ ചേരുന്നത് കൊണ്ടാണ് അതിൽ പലതും കുറവ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമാണ് ജനറ്റിക് ആയിട്ടുള്ള ചില വിഷയങ്ങളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശാസ്ത്രത്തിന് കുറവ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഏതെങ്കിലും കാര്യം പറയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഇതിനെ ഒരു പഴുതായി കണ്ടുകൊണ്ട് അതിനകത്തേക്ക് അന്ധവിശ്വാസമോ അല്ലെങ്കിൽ വിശ്വാസമോ ദൈവവിശ്വാസം പോലും തിരികെ കയറ്റാൻ നോക്കുന്നത് ഒരു പാഴ്ശ്രമമാണ്. അതൊരു പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇനി നമ്മൾ പറയുന്ന ഇപ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു ആവറേജ് ശരാശരി ഇന്ത്യക്കാരന്റെ ആയുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 വയസ്സിന് താഴെയായിരുന്നു. അതിൽ നിന്നും ഇന്ന് നമ്മൾ കാണുന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വഴിവെച്ച സംഗതികൾ എന്തെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ ദീർഘായുസ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ പോലും അപ്രസക്തമാകും. മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുക, ശരിയായ ചികിത്സകൾ നടത്തുക, കപട ചികിത്സകൾക്ക് പോകാതെ ശരിയായ ചികിത്സകൾ എടുക്കുക, ശാസ്ത്രീയമായ ചികിത്സകൾ എടുക്കുക. അങ്ങനെയൊക്കെ എടുത്താൽ തന്നെ ഏതൊരു വ്യക്തിക്കും ഏറ്റവും മിനിമം 10-70 വയസ്സ് വരെയെങ്കിലും ഏറ്റവും മിനിമം ജീവിച്ചിരിക്കാം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇന്ത്യയിലെ മാത്രം കാര്യം പറയുന്നത്. അത് ജപ്പാനിലേക്കൊക്കെ എത്തുമ്പോൾ 80, 90, 100 വരെ എത്തും. സയന്റിഫിക് ടെമ്പർ വളർത്തുക എന്നുള്ളത് നമ്മുടെ മൗലികമായ ഉത്തരവാദിത്തമാണ് ഭരണഘടനാ പ്രകാരം. അവിടെയാണ് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ജനങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്ന 2 പേർ കൂടോത്രം എന്നൊരു കാര്യവുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ പുറത്തു വരുന്നത്. അപ്പോൾ ബോധവൽക്കരണം എന്ന് പറഞ്ഞ്, ശാസ്ത്രാവബോധം വളർത്തുക എന്ന് പറഞ്ഞ് നമ്മൾ ചെലവഴിക്കുന്ന ഈ ഫണ്ടും നമ്മൾ ചെലവഴിക്കുന്ന അധ്വാനവും നമ്മൾ മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുമൊക്കെ എന്ത് അർത്ഥശൂന്യമാണ്. തീർച്ചയായിട്ടും വളരെയധികം അർത്ഥശൂന്യമാണെന്ന് മാത്രമല്ല, ഇത് ചെയ്യേണ്ട വ്യക്തികൾ തന്നെ ഇതിനൊക്കെ അടിപ്പെട്ട ആളുകൾ കൂടിയാണ് എന്ന് വരുന്നതോടുകൂടി ഇതിൽ ആർക്കാണ്, പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് പിന്നെ ഇതിനകത്ത് വിശ്വാസം ഉണ്ടാവുക? ഈ നേതാക്കളിൽ പിന്നെ എങ്ങനെയാണ് ഒരു വിശ്വാസം അർപ്പിക്കാൻ കഴിയുക?
അതാണ് അവിടെ ഒരു പ്രത്യേക ചോദ്യമായിട്ട് വരുന്നതും ഈ നെഹ്റുവിന് ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയും വരുന്നത് അവിടെയാണ്. ഇതിപ്പോ കമ്മ്യൂണിസ്റ്റുകാർക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനകത്തുള്ള ആളുകളും ഇപ്പൊ മുഖ്യമന്ത്രിയൊക്കെ ഈ എഴുത്തിനിരുത്തുന്ന ചിത്രങ്ങൾ ആയാലും പുറത്തു വരുമ്പോൾ അത് വിശ്വാസമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോൾ അവിടെയൊക്കെയാണ് ഇതിന്റെ പ്രശ്നം വരുന്നത്. നിങ്ങൾക്ക് നല്ലത് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നതൊക്കെ ശരിയും, അല്ലെങ്കിൽ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നതൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല ഈ വിശ്വാസത്തെ അന്ധവിശ്വാസത്തെ നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്നാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്. ഒന്നത്. ഇനി ഒരു ചെറിയ കാര്യം കൂടി, ഇവിടെ എന്തുകൊണ്ട് അതും കൂടി നമ്മൾ നോക്കണല്ലോ, എന്തുകൊണ്ടാണ് ഇവിടെ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടോത്രം പോലുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്, ഇതും കൂടി നമ്മൾ അറിയണം. ഇത്രയും വലിയ രാഷ്ട്രീയ രാക്ഷസന്മാരെന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ആളുകൾ ഇതിനു വേണ്ടി മെനക്കെടേണ്ടി വരുന്നത് എന്തായിരിക്കും? ഒറ്റ കാര്യമുള്ളൂ, അതിപ്പോ ദൈവവിശ്വാസം മുതൽ ഇതിൽ വരെയുള്ള വിശ്വാസം വരെ എടുത്തു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെങ്കിൽ പിശാചും ഉണ്ട്, ചാത്തനും ഒക്കെ ഉണ്ട് നമ്മൾ സമ്മതിക്കണം. അതിപ്പോ ഏത് മതത്തിന്റെയും കഥ അതൊക്കെ തന്നെയാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ, നമ്മളുടെ ചിന്തകളുടെ, വാക്കുകളുടെയൊക്കെ കോൺസിക്വൻസസ് ആണ് നമുക്ക് മുന്നിൽ വന്നു ഭവിക്കുന്ന കാര്യങ്ങൾ എന്നുള്ള ഒരു അവയർനെസ് നമുക്കില്ല. ആ ഒരു മൈൻഡ്ഫുൾനെസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കോൺസിക്വൻസസ് അത് ഓൺ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഒരു ദൈവത്തിന്റെ ആവശ്യമില്ല, ഒരു പ്രയറിന്റെ പോലും ആവശ്യമില്ല, പ്രാർത്ഥനയൊക്കെ അപ്രസക്തമാകും. അപ്പൊ ഇതിൽ ഈ ഒരു സംഗതിയിൽ വരുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു കുറവ് അല്ലെങ്കിൽ അത്തരം കാഴ്ചപ്പാടിന്റെ ഒരു പ്രശ്നം അത് അവരുടെ മാത്രം കുഴപ്പമില്ല, അവർ വളർന്നു വന്ന സാഹചര്യത്തിന്റെയും കൂടിയാണ്. അതുകൊണ്ടാണ് ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഈ സയന്റിഫിക് ടെമ്പറിനും ഇതുപോലെയുള്ള കാര്യങ്ങൾക്കും കൂടുതൽ പ്രാമുഖ്യം കൊടുത്ത് അത്തരം രീതിയിലൂടെ ആളുകളെ വളർത്തിക്കൊണ്ട് വന്നാൽ ഇനി ഒരു 10-20 വർഷമോ 30 വർഷമോ കഴിഞ്ഞിട്ട് വരുന്ന ഒരു കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റിന്റെയോ ഒക്കെ ആളുകൾ ഇതുപോലെ ഇരുന്നിട്ട് കൂടോത്രം ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, പ്രാർത്ഥന പോലും ഉണ്ടാവില്ല എന്നാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുക. ശരി, ഓക്കെ. ശ്രീ അജിത് കുമാർ, ഇതിപ്പോ മുൻ KPCC അധ്യക്ഷൻ VM സുധീരന്റെ ആണ് ഇതിനു മുമ്പുള്ള നമ്മുടെ ഒരു ഉദാഹരണം. ഇപ്പോഴത്തെ KPCC അധ്യക്ഷന്റെ വീട്ടിലെ ഫ്ലാറ്റിലെ ഓഫീസിൽ ചേർന്ന് താഴെ ഇങ്ങനെ സ്ഥലം എടുത്തും. ഇനി വല്ല KPCC അധ്യക്ഷനാകാൻ ആഗ്രഹമുള്ളവരുമായിരിക്കും അതിന്റെ പിന്നിൽ? ഒരാളെ ഈ പറഞ്ഞ ദുർമന്ത്രവാദത്തിലൂടെയോ അല്ലെങ്കിൽ ഈ കുതന്ത്രത്തിൽ കൂടിയോ ഈ കൂടോത്ര പ്രയോഗങ്ങളിൽ കൂടിയോ ഒക്കെ ഒരാളെ മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യാനോ ഒന്നും കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ള ബോധ്യം സാമാന്യ ജനത്തിന് പോലും ഉണ്ട്. അപ്പം അങ്ങനെ ചിന്തിക്കാൻ ഉള്ള ഒരു കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ലല്ല, ഈ ശ്രീ കെ സുധാകരൻ ഇന്ദിരാഭവനിലേക്ക് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിൽ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ കീഴിൽ ഏതോ തകിട് ഒളിച്ചു വെച്ചാൽ അവിടെ അദ്ദേഹത്തിന് സ്ഥിരമായി ഇരിക്കാൻ കഴിയില്ല, അദ്ദേഹം അതിൽ നിന്ന് നിഷ്കാസിതനാകും എന്ന് വിചാരിച്ചിരുന്ന ആ കസേരയിൽ എനിക്ക് കയറി ഇരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും മൗഢ്യമുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഉണ്ടാകും നമുക്ക് കരുതാൻ വയ്യ. അതിപ്പരം വിവരക്കേടുണ്ടോ? വിവരക്കേടുള്ളവർ KPCC കയറി ഇറങ്ങുന്നു എന്നല്ലേ ജനത്തിന് ഇതൊന്നും മനസ്സിലാവുക? അല്ല, ഇത് തീർത്തും വളരെ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നു, ഉത്തരം തേടുന്നു. അപ്പോൾ അത് കണ്ടെത്താനുള്ള ബാധ്യത പാർട്ടിക്കുണ്ട്. ഇപ്പൊ തന്നെ ഈ പറഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു വർഷം 1.5 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ്. ഇതിൽ പാർട്ടി ഇതുവരെ എന്ത് കണ്ടെത്തി? മാത്രമല്ല ഈ KPCC അധ്യക്ഷൻ ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് കാരണം ഈ പറയുന്ന കൂടോത്രം ഇല്ലായ്മ ചെയ്തത് കൊണ്ടാണ് എന്നതടക്കം ഉള്ള കാര്യങ്ങളാണ് ആളുകൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അല്ല, തീർച്ചയായിട്ടും ഈ തന്ത്രകുതന്ത്രങ്ങൾ കഴിഞ്ഞ തവണയും കണ്ണൂർ ശ്രീ സുധാകരൻ നല്ല ഭൂരിപക്ഷത്തോടെ തന്നെയാണല്ലോ ജയിച്ചത്. നമുക്കറിയാം. കാസർഗോഡ് ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താനും അതുപോലെ തന്നെ നല്ല ഭൂരിപക്ഷം, അല്ല 19 24 ജയിച്ചവർക്കൊക്കെ നല്ല ഭൂരിപക്ഷം ഉണ്ട്. പലരും ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതതിൻ്റെ ഒരു രാഷ്ട്രീയ വശം, പ്രത്യേകിച്ച് രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ നാട്ടിലെ. അതിനപ്പുറത്ത് ഇപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉണ്ടല്ലോ ഇങ്ങനെയുള്ള വിശ്വാസികൾ അല്ലെങ്കിൽ അന്ധവിശ്വാസികൾ. ശ്രീ റജലൂക്കോസ് അത് സമ്മതിച്ചിട്ടുണ്ട്. ശ്രീ ആരിഫ് അത് ഒന്നുകൂടെ തുറന്നു പറയുകയുണ്ടായി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഒരൊറ്റ കാര്യം, ഈ വീഡിയോ പുറത്ത് വന്നപ്പോൾ ഇനി ഇൻ കേസ് ഈ പറയുന്ന ഒരു മന്ത്രവാദിയുമായി ചെന്ന് ഉണ്ണിത്താൻ ഇത് പുറത്തെടുക്കുന്നു, അപ്പം നമ്മുടെ KPCC അധ്യക്ഷൻ, നമ്മുടെ MP അല്ലേ, നമ്മുടെ KPCC അധ്യക്ഷൻ എന്ന് പറയുമ്പോഴാണ് പ്രശ്നം, നമ്മുടെ MP പറയുകയാണ് എന്ത് മണ്ടന്മാരാണ് എൻ്റെ വീട്ടിൽ ഇത് കൊണ്ടുവെക്കാൻ, ഇതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചതെങ്കിൽ നമുക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. പക്ഷെ അദ്ദേഹം ചോദിക്കുന്നത് എന്താ? ഞാനിപ്പോഴും നിൽക്കുന്നത്, ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്ത് അത്ഭുതമാണ്, ശരിയാണ്, എനിക്ക് കാലുവേദനയാണ്, തലവേദനയാണ്. അപ്പൊ അത് അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസമാണ്. നമുക്ക് അതിന്റെ ഒരു ലൈറ്റർ സൈഡ് കാണാം. അത് നമ്മൾ ലൈറ്ററായി എടുക്കേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹം അത് വളരെ പരിഹാസ രൂപേണ തന്നെ ആയിരിക്കും അദ്ദേഹം അല്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞാൻ അതിനെ തള്ളി പറയുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് എന്നെ ഇതുകൊണ്ട് തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ്.
ഒരു കാര്യമുണ്ട്. ചെറിയ കാര്യമുണ്ട്. ഇപ്പോൾ ഇതിനകത്തൊരു ഒരു കോൺഗ്രസ് നേതാവിന്റെ മേൽ മാത്രം ആരോപിക്കപ്പെടേണ്ട ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു സാഹചര്യമല്ല അത്. കൂടോത്രം ചെയ്ത കേസ് നമുക്ക് AK സെന്ററിൽ ആരോപിക്കാൻ പറ്റില്ലല്ലോ നിലവിൽ. ഇങ്ങനെയുള്ള വിശ്വാസം ഇപ്പോൾ എത്രയോ ക്ഷേത്രങ്ങളിൽ ഈ ദൈവവിശ്വാസം ഇല്ലാത്ത പാർട്ടിയുടെ നേതാക്കൾ എത്രയോ ക്ഷേത്രങ്ങളിൽ വഴിപാടുകൾ നടത്തുന്നതിനെ കുറിച്ച് നമ്മുടെ മീഡിയക്കാർ നമ്മൾ എത്രയോ ചർച്ച ക്ഷേത്രത്തിൽ പോകുന്നതും വഴിപാട് നടത്തുന്നതും ഇപ്പൊ അല്ല ഒരു മോശപ്പെട്ട കാര്യമാണ് പേരുകളും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പേരുകളൊന്നും പ്രസക്തമല്ല. നമുക്കറിയാമല്ലോ കാടാമ്പുഴ ക്ഷേത്രത്തിലെ പൂമൂടൽ വിവാദം അല്ലെങ്കിൽ മുട്ടറപ്പ് വിവാദം, ഇതൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിനോ അല്ലെങ്കിൽ ഒരാൾക്കും ദോഷം ചെയ്യുന്ന ഒന്നല്ലല്ലോ. ദോഷം ചെയ്യുമ്പോഴല്ലേ നമ്മളതിനെ അനാചാരം എന്നൊക്കെ വിളിക്കുന്നത്. അവിടെയാണ് അപ്പോൾ ആ ഒരു വിശ്വാസം ഒരു ഭാഗത്ത് നിൽക്കുന്നു, ഇതേപോലുള്ള അനാചാരങ്ങൾ മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഈ അനാചാരങ്ങളെ മുറുകെ പിടിക്കുന്ന ഏത് വ്യക്തിയായാലും ഏത് നേതാവായാലും അതൊരു ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ നമ്മുടെ പൊതുമണ്ഡലത്തിനോ അത് ഭൂഷണമല്ല എന്ന് തന്നെയല്ല. ശ്രീ ആരിഫിന് എന്തോ പറയുന്നത്? ശ്രീ ആരിഫ്, അതായത് ഇവിടെ നമ്മളിപ്പോ ദൈവത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് നമുക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നതും, അതേസമയം ഇപ്പൊ കൂടോത്രം എന്ന് പറയുമ്പോൾ പിശാച് ചാത്തൻ എന്നൊക്കെ പറയുന്ന സാധനത്തെ കുറിച്ച് പറയുമ്പോൾ അത് മോശമായിട്ട് വരുന്നത് എങ്ങനെയാണ്? കാരണം ഞാൻ പറഞ്ഞത് ഇതാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്. ഇതിപ്പോ വിശ്വാസം എന്ന് പറയുന്നത് ഒരാളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് എങ്കിൽ, ഇപ്പോൾ എനിക്കൊരിടത്ത് പോയി പ്രാർത്ഥിച്ചാൽ എനിക്ക് മനസമാധാനം ഉണ്ടാകും ഒരാൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്കതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ ഒരിടത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് അവിടുന്ന് ഒരു സാധനം കൊണ്ടുവന്ന് മറ്റൊരുത്തൻ മുടിഞ്ഞു പോണേ എന്ന് പറഞ്ഞാൽ അവിടെ കുഴിച്ചിടുന്നിടത്താണ് നമുക്ക് ഈ പ്രശ്നം. അത് രണ്ട് കാഴ്ചപ്പാടാണല്ലോ. ഇതിപ്പോ നമുക്ക് പ്രശ്നം എന്റെ പ്രശ്നമല്ല. ആ പ്രശ്നം KPCC അധ്യക്ഷൻ അനുഭവപ്പെട്ടു എന്നുള്ളിടത്താണ് വിഷയം. ഞാനിതിൽ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ലോട്ടറി അടിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ, ചെകുത്താനോട് പ്രാർത്ഥിച്ചിട്ട് ഇതേപോലെ തകിട് കുഴിച്ചിട്ടോ മറ്റെന്തെങ്കിലും ചെയ്തിട്ടാണ്, വെള്ളം തെളിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറൊരാളുടെ ഒരു മുട്ടുവേദനയോ പുറവേദനയോ മാറിയാൽ അതിൽ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ദൈവത്തെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊരു പാക്കേജാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് അലുവ പോലെ ദൈവത്തെ മാത്രം എടുത്ത് മാറ്റാൻ കഴിയില്ല. അതിൽ പിശാചും ഉണ്ട്, ചാത്തനൊക്കെ ഉണ്ട്. ഈ പറയുന്ന യുക്തിവാദത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഇതിന് വളരെ നമുക്ക് ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യത്തിൽ ഒരു കാര്യം പറയാൻ പറ്റും. നമുക്ക് വിശ്വാസം നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഒരു സംസ്ഥാനത്തും നിയമം കൊണ്ടുവരാൻ കഴിയില്ല. വിശ്വാസം നിർത്തലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രമേയം അവതരിപ്പിക്കാൻ പറ്റില്ല. പക്ഷെ അന്ധവിശ്വാസവും അനാചാരവും ഈ പറയുന്ന ദുർമന്ത്രവാദവും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാ പ്രകാരം ഇവിടെ നിയമം കൊണ്ടുവരാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ നിയമവ്യവസ്ഥ, നമ്മുടെ ഭരണഘടന വിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും രണ്ടായി തന്നെ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പറഞ്ഞു പോകാൻ പറ്റുന്നത്. ശ്രീ, ഞാൻ പറഞ്ഞുതരാം ഒരു ചെറിയ കാര്യം. ശരി, പെട്ടെന്ന് പറയണേ. ഓക്കെ, അതായത് അങ്ങനെ വരുമ്പോഴുള്ള കുഴപ്പം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭരണഘടന പരമായിട്ടോ അതല്ലെങ്കിൽ ഗവൺമെന്റ് പരമായിട്ടോ ഗവൺമെന്റ് പ്രോ ദൈവവും ആന്റി ചെകുത്താനും ഷെയ്ത്താനും ആണ് എന്ന് പറയുന്നിടത്താണ് ഈ പ്രശ്നം വരുന്നത്. കാരണം ഇത് രണ്ടും ഒരു പാക്കേജാണ്. ഇത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ അന്ധവിശ്വാസ നിർമ്മാർജ്ജനം എന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്കെതിരെ എന്ന് പറയുമ്പോൾ ദൈവത്തിനെ കൂട്ടുപിടിച്ചിട്ടും അന്ധവിശ്വാസം ഇവിടെ നടക്കുന്നുണ്ടെന്നേ. അതാണ് ഞാൻ പറഞ്ഞ സുന്നത്ത്. അതൊരു അന്ധവിശ്വാസമാണ്, ദുരാചാരമാണ്. കാഴ്ചപ്പാടുണ്ടാകും. അങ്ങയുടെ വിശ്വാസവും അങ്ങയുടെ കാഴ്ചപ്പാടും അതാണ് നമ്മൾ തമ്മിൽ ഈ ഡയലോഗ്. ഈ കാഴ്ചപ്പാട് സുധാകരനായിക്കൂടെന്നാണ് പറയാൻ കഴിയുന്നത്. ഈ കാഴ്ചപ്പാട് സുധാകരനായിക്കൂടെ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എതിർക്കാണെങ്കിൽ രണ്ടിനെ എതിർക്കാം, ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ രണ്ടിനെ ആക്സെപ്റ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പണിക്ക് ഇറങ്ങരുതെന്നാണ് ഞാൻ പറയുന്നത്. ശരി, അങ്ങയുടെ വിശ്വാസം അതാണ് എന്നാൽ മാത്രമാണ് എനിക്കിതിന്റെ നടുക്ക് എന്ന് പറയാൻ കഴിയുന്നത്. ശ്രീ ആരിഫ് ഹുസൈൻ, ഞാൻ വരാം. ശ്രീ ജേക്കബ് ജോർജിന്റെ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാഷ്ട്രീയത്തിലടക്കം ഇടപെടാൻ കഴിയുന്ന ഒന്നായി ഒരു മോശപ്പെട്ട പ്രവണത ഭരണഘടനാ പ്രകാരം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അതിനെ നയിക്കുന്നവരൊക്കെ കൈക്കൊള്ളുകയാണ്. എനിക്ക് അത്ഭുതമുണ്ട്, എനിക്ക് ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും അപകടകരമാണ് ഇത്തരം കാര്യങ്ങൾ. പൊതുമധ്യത്തിൽ തുറന്നങ്ങ് പറയുകയല്ലേ, തുറന്ന് കാട്ടപ്പെടുകയാണ്. സ്വയം കാണിക്കുകയാണ്. അത്രയ്ക്ക് നാണം കെട്ട രീതിയാണിത്. കൂടോത്രം പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ അറിയാം, ഈ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് മരിക്കുമല്ലോ ആൾക്കാർ, മാടനടിച്ച് മരിച്ചാണെന്ന് പറയും. സാധാരണക്കാർ ഇന്നത്തെ പോലെ വിദ്യാഭ്യാസമില്ല, ഇന്നത്തെ പോലെ കാഴ്ചപ്പാടില്ല. ഒരു ഗ്രാമീണ ജനതയിൽ ഇടയ്ക്കുണ്ടാകുന്ന സംസാരങ്ങളും വിശ്വാസങ്ങളും ഒക്കെയാണ്. അതിൽ നിന്നൊക്കെ കേരളം എത്ര കണ്ട് വളർന്നിരിക്കുന്നു. ശാസ്ത്രം അതിൻ്റെ വളർച്ച, അത് സമൂഹത്തെ വളർത്തിയിരിക്കുന്നു, ജനതയെ വളർത്തിയിരിക്കുന്നു. ആ വളർച്ച ഉൾക്കൊള്ളാൻ കഴിയാത്തവർ ദേശീയ പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഇതേ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് അപകടം. അജിത്തെ, അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അത് തീർച്ചയായിട്ടും അപകടം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനും വി ഡി സതീശനും
KPCC അധ്യക്ഷൻ കെ സുധാകരനും ഒന്നും പിണറായിയെ മറച്ചിടാൻ സമരം ചെയ്യേണ്ട കാര്യമില്ലല്ലോ, നിയമസഭയിൽ പോയി പ്രസംഗിക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു കൂടാത്രം കൊണ്ടുവന്ന് ആ ക്ലിപ്പേഴ്സ് വെച്ചാൽ പറയാം. പക്ഷെ ഭയങ്കര അങ്ങോട്ട് അടുക്കാൻ പറ്റില്ല. ഭയങ്കര പോലീസ് ഇന്ദിരാഭവനിൽ കയറുന്ന പോലെ അവിടെ അടുക്കാൻ പറ്റില്ല. അപ്പൊ അജിത്തെ സാത്താനെ ഇതൊക്കെ പേടിയാണോ? ഈ പോലീസിനെ പേടിയാണോ? ഞാൻ പറയട്ടെ, നല്ല വലിയ വീടാണ് സുധാകരൻ്റെത്, വലിയ വീടാണ്, എന്നൊക്കെയാണ് ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. എന്നു ആട്ടെ, ആ വീട്ടിൽ എന്താണെങ്കിലും ക്യാമറ ഉണ്ടാവുമല്ലോ, CCTV ക്യാമറ ഉണ്ടാവുമല്ലോ, സെക്യൂരിറ്റി കാണുമല്ലോ. ഒരുപാട് ഭീഷണി അതിജീവിക്കുന്ന ആളാണ് സുധാകരൻ. സ്വാഭാവികമായിട്ടും ആര് വന്നാലും ഒരു ഈച്ച പറന്നാൽ പോലും അത് കാണുന്ന ക്യാമറകൾ ഉണ്ടാവണം, എപ്പോഴും കണ്ണുമിഴിച്ചിരിക്കുന്ന ക്യാമറ ഉണ്ടാവണം. KPC ഇന്ദിരാഭവൻ, നമ്മൾ ഒത്തിരി കാലമായി KPC പോയിട്ട്. കൂടോത്രമൊക്കെ കുഴിച്ചിടാൻ പറ്റുന്നവർക്ക് ബോംബൊക്കെ കുഴിച്ചിടാൻ പറ്റുമായിരിക്കല്ലേ? അതും പറ്റും. അല്ലല്ല, അത് വളരെ പ്രസക്തമായ ചോദ്യം. കണ്ണൂർ ബോംബ് മാത്രമല്ല കുഴിച്ചിടാൻ പറ്റുന്നത്, ഇതുപോലെ കോഴിത്തലയും ചീഞ്ഞ മുട്ടയും കുഴിച്ചിടാൻ പറ്റും. അല്ല, ഇന്ദിരാഭവനിൽ തീർച്ചയായിട്ടും ക്യാമറ ഉണ്ടാവുമല്ലോ. ഉണ്ട്. എന്നിട്ട് ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഇതെന്താ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജേക്കബ് ജോർജ് ഇത് കുഴിച്ചിടുന്ന ദിവസം തന്നെ അല്ലല്ലോ ഇത് കുഴിച്ചെടുക്കുന്നത്. ഇത് കുറെയൊക്കെ CCTV ഒക്കെ പരിശോധിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിന്റെ ഒരു കാലദൈർഘ്യത്തിന് ഒരു വ്യത്യാസം ഉണ്ടാവല്ലോ. എന്ന് കുഴിച്ചിട്ടു എന്നൊന്നും ആർക്കും അറിയാത്തൊരു കാര്യമല്ലേ? എന്നാലും നമുക്ക് വെല്ലുവിളിക്കാം. ഈ ചെകുത്താനോടും ഈ കൂടോത്രക്കാരനോടും നമുക്ക് വെല്ലുവിളിക്കാം. ധൈര്യമുണ്ടെങ്കിൽ പിണറായി വിജയൻ ഒന്ന് ഇറക്കിവിടാം, ധൈര്യമുണ്ടെങ്കിൽ. അല്ലെങ്കിൽ VD സതീശന് ഇപ്പൊ പലരും നോക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനം. പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും എല്ലാം ഒറ്റ കൈയായിട്ട് തന്നെ പോകുന്നു. കോൺഗ്രസ്സുകാരല്ലേ അജിത്തെ? VD സതീശനെ മാറ്റിയിട്ട് വേറെ ആർക്കെങ്കിലും KPC അധ്യക്ഷനാവില്ല, കൂടത്രം വെച്ചാൽ പോരെ? ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ശോഭ പോലും കെടുത്തുന്ന ഒരു സംഭവമായി പോയി. പെട്ടെന്ന് വരാം ഇടവേള. ശ്രീ റെജി ലൂക്കോസ്, നമുക്ക് നിയമസഭ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതാണ്. തീർച്ചയായും നരബലി അടക്കം കാണേണ്ടി വന്നിട്ടുള്ളവരാണ് നമ്മൾ. അപ്പോൾ മാത്രമല്ല, പ്രതിപക്ഷത്തോട് ചോദിക്കാം, നിങ്ങളുടെ നിലപാടെന്താണ് ഇതിൽ? നിങ്ങളുടെ നേതാക്കളടക്കം ഇതിന്റെ ഭാഗമാണോ എന്ന് CPM-ന്റെ രാഷ്ട്രീയമായ ചോദ്യം ഉയർത്താൻ കഴിയുന്ന വേദി കൂടിയാകുമത്. ഒറ്റ ചോദ്യം അല്ല മാധു, എനിക്കൊരു വലിയ സംശയം. റെജി ലൂക്കോസെ കേട്ടോണേ, എൻ്റെ സംശയം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 18 സീറ്റ് കോൺഗ്രസിന് UDF-ന് കിട്ടിയതായി ആരെങ്കിലും കൂടോത്രം വെച്ചിട്ടാണോ? മധു, എനിക്ക് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറയാനുണ്ട്. ദയവായിട്ട് കേൾക്കുക. കാരണം അജി സാറിൻ്റെയും ജേക്കബ് സാറിനെ പോലുള്ളവരുടെയൊക്കെ ചർച്ചകൾ ഇരിക്കുന്നതിന് സുഖമുണ്ട്. കാരണം അവരൊക്കെ മോഡേൺ ചിന്തകളുള്ളവരാ, ഏത് രാഷ്ട്രീയമാണെങ്കിലും. നിങ്ങളോട് ഞാൻ 2 കാര്യങ്ങൾ പറയാം. റഫേൽ യുദ്ധവിമാനം ഈ രാജ്യത്തേക്ക് കൊണ്ടുവന്നു ഫ്രാൻസിൽ നിന്നും. അന്നൊരു നാരങ്ങയുടെ മുകളിൽ വീലിൻ്റെ അവിടെ വെച്ചത് ഈ നാരങ്ങയാണോ ഈ യുദ്ധവിമാനത്തെ സംരക്ഷിക്കുന്നത്? രണ്ടാമത്തെ കാര്യം, രാഹുകാലം നോക്കി വിവാഹത്തിന് മറ്റു കാര്യങ്ങൾക്ക് ഇറങ്ങുന്ന മലയാളികളല്ലേ. ഞാൻ രാഹുകാലത്തിനുള്ളിൽ വിവാഹം കഴിച്ചവരാ, 30 വർഷമായി 2 കുട്ടികൾ എൻ്റെ ഭാര്യയായിട്ട് വലിയ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. നിങ്ങളോട് ഞാൻ വേറെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചകളിൽ കേൾക്കുന്ന ജനങ്ങളോട് പറയുക, ലോകത്തെ ഏറ്റവും വലിയ അന്ധവിശ്വാസത്തിൻ്റെ കൂടാരങ്ങളായ ഒരു സ്ഥലമായിരുന്നു ഗ്രീസ്. ആ ഗ്രീസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രീസിലെ ദേവതമാരെക്കുറിച്ചും ആചാരങ്ങളെ ദുരാചാരങ്ങളെക്കുറിച്ചും ലോകത്തിൽ അറിയാൻ മേലാത്ത കൗതുകപരമായിട്ട് അതിനെക്കുറിച്ച് അറിയാത്ത ആരും തന്നെ ഇല്ല. നിങ്ങൾ ആ ഗ്രീസിനോടൊന്ന് യാത്ര ചെയ്യൂ. അവിടെ യാത്ര ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് ഞാൻ. അവിടെ ഒന്നും ഒരു അന്ധവിശ്വാസമില്ല. അവിടെ അന്ധവിശ്വാസ കൂടാരങ്ങളായ കെട്ടിടങ്ങളൊക്കെ ഷോപ്പിംഗ് സെന്ററായി. ഇനി ഞാൻ ലോകത്തിന് പ്ലീസ് അല്ല, തർക്കമല്ല. വിമാനവാഹിനി അല്ലെങ്കിൽ യുദ്ധക്കപ്പൽ നീറ്റിലിറക്കുമ്പോൾ, കടലിലിറക്കുമ്പോൾ അതിന്റെ ഉച്ചക്കിട്ട് നാളികേരം അടിച്ചിറക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരി, ഓക്കെ. ശ്രീ റെജി ലൂക്കോസ്, പെട്ടെന്ന് 30 സെക്കൻഡ്. സാറേ മാധു, പെട്ടെന്ന് പറയാം. ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചതാണ് 1881 മെയ് മാസം 5-ാം തീയതി വൃത്താസ ബെൻസ് എന്ന് പറയും. ഇപ്പോഴത്തെ ബെൻസ് വാഹനത്തിന്റെ ഉടമയായ ബെൻസ് എന്ന് പറയുന്ന ആളിന്റെ ഭാര്യ ഇതുപോലെ അന്ധവിശ്വാസ കൂടാരമായിരുന്നു. ജർമ്മനിയിലെ ഒരു വയലിലൂടെ ലോകത്തെ ആദ്യത്തെ മോട്ടോർ വാഹനം ഓടിച്ചു പോയപ്പോൾ അത് ചെകുത്താനാണെന്ന് പറഞ്ഞ് പള്ളിയിൽ കൂട്ടമണി അടിച്ച് ജർമ്മനിയിൽ ഭീതി വരുത്തിയ ആ സംഭവം നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഇന്ന് ആ ജർമ്മനിയിൽ നിങ്ങൾ യാത്ര ചെയ്യണം. ബുള്ളറ്റ് ട്രെയിനുകൾ പാഞ്ഞു പോകുന്നു. ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അവർ നമ്മളെ നയിക്കുന്നവരാണ് എന്നുള്ളതാണ് അത്ഭുതം. അതുകൊണ്ടാണ് ഈ ചർച്ച. എന്തായാലും വളരെയധികം നന്ദി പ്രേക്ഷകർക്കും പാനലിസ്റ്റുകൾക്കും.